بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, സലഫു സ്വാലിഹീങ്ങളുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ നിന്നുള്ള ചില ഗുണപാഠങ്ങൾ, അവരുടെ ചില ഉപദേശങ്ങൾ, അതാണ് നമ്മുടെ വിഷയം. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതൃകയായി അമ്പിയാക്കളെ പറഞ്ഞിട്ടുണ്ട്. വഹയിറക്കി ആ വഹി പഠിപ്പിക്കാൻ വേണ്ടി, അതെങ്ങനെ ജീവിതത്തിൽ പാലിക്കണം, പുലർത്തണമെന്ന് ജീവിച്ച് കാണിച്ചു തരാൻ വേണ്ടി അമ്പിയാക്കളെ പറഞ്ഞു. അതെന്തിനു വേണ്ടിയാണ്? കാരണം ഒരു മനുഷ്യന് അവന്റെ ജീവിതം നന്നാക്കാൻ ഒരു മാതൃക ആവശ്യമാണ്. അമ്പിയാക്കളോട് പോലും അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഫബിഹുദാഹു യഖ്തദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, മുൻഗാമികളായ അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞു, അവരുടെ പോലെ നീയാവുക, അവരെ നീ മാതൃകയാക്കുക. കേവലം ഇൽമ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയില്ല. ആ ഇൽമ പ്രാവർത്തികമായി ജീവിതത്തിൽ പാലിച്ച് കാണിച്ചു തന്ന മാതൃകകൾ നമുക്ക് വേണം. അങ്ങനെയുള്ള മാതൃകയാണ് അമ്പിയാക്കൾ. അതുപോലെ അവർക്ക് ശേഷം വന്ന സഹാബത്ത്, അവർക്ക് ശേഷം വന്ന ഉലമാക്കൾ, ഇമാമിങ്ങൾ, ഓരോ തലമുറയിലെയും സാലിഹ്യങ്ങളായ ഇമാമിങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഒന്നിലധികം സഹാബത്ത് ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം. ഖൈറു ഉമ്മത്തി ഖർനി, ഖൈറുൻ നാസി ഖർനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഉത്തമരായ തലമുറ ഈ ഉമ്മത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം വന്ന മനുഷ്യന്മാരിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്റെ തലമുറയാകുന്ന സഹാബത്താകുന്നു. പിന്നീട് അതിന് ശേഷം വന്ന ആളുകൾ, പിന്നീട് അവർക്ക് ശേഷം വന്ന ആളുകൾ. ഈ ഉമ്മത്തിന്റെ ഖൈറ് അതിന്റെ തുടക്കത്തിലാണ്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും നിരീക്ഷിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണ്. അതെന്തിനു വേണ്ടിയാണ്? അതൊരിക്കലും ഖുർആനും ഹദീസും ഒഴിവാക്കിയിട്ട് ഇൽമിന് മറ്റൊരു സ്രോതസ് തേടി നമ്മൾ പോവുകയല്ല. നേരെ മറിച്ച് ഈ ഖുർആനും ഹദീസും എങ്ങനെ ജീവിതത്തിൽ പാലിക്കാം എന്നവർ കാണിച്ചു തന്നതാണ്, ജീവിതത്തിൽ പാലിച്ച് കാണിച്ചു തന്നതാണ്. അപ്പൊ ഖുർആനും സുന്നത്തും വൃത്തിയായി, കൃത്യമായി, പരമാവധി പൂർണ്ണതയോടുകൂടി പിന്തുടരാനുള്ള ഒരു സഹായം മാത്രമാണ് മുൻഗാമികളുടെ അസ്ഹറുകൾ, അവരുടെ വാക്കുകൾ. അതുകൊണ്ടാണ് അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അറിയപ്പെട്ട ഇമാം ഫഖീഹ്, അദ്ദേഹം പറഞ്ഞത് കാണാം, മുൻഗാമികളുടെ സീറ, അവരുടെ ചരിത്രം, അതെനിക്ക് ഫിഖ്ഹിനേക്കാൾ ഇഷ്ടമാണ്. കാരണം എന്താണ്? ഫഇന്ന ഫീഹ ആദാബുൽ ഖൗം. മുൻഗാമികളുടെ അദബ് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് ഖുർആനും സുന്നത്തും പ്രാവർത്തികമായി നടപ്പിലാക്കിയത് എന്ന് ഇതിൽ നാം മനസ്സിലാക്കുക. ഫിഖ്ഹിൽ നമുക്ക് ഹലാലും ഹറാമും ഒക്കെ മനസ്സിലാകും. അതുപോലെ തന്നെ ഖുർആനും സുന്നത്തും പഠിച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിലക്കുകൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇതെങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നടപ്പിലാക്കും, എങ്ങനെ ഇത് പൂർണ്ണതയോടുകൂടി നടപ്പിലാക്കും, പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹുവിന്റെ ശരീഅത്ത് എങ്ങനെ മുറുകെ പിടിക്കും, ഇതൊക്കെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുൻഗാമികളുടെ ഉപദേശങ്ങൾ വായിക്കുന്നത്. നമ്മൾ വായിക്കാൻ പോകുന്ന ഈ അസറുകൾ, ഇത് അറിയപ്പെട്ട ഒരു ഇമാം അൽ ഹാഫിദ് അബൂബക്കർ ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള കിതാബുകളുടെ ഒരു ചുരുക്കമാണ്. അദ്ദേഹം ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഓരോ വിഷയത്തിലും സലഫുകളുടെ വാക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം കിതാബ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കിതാബുൽ ഇഖ്ലാസ്, അത് ഇഖ്ലാസിനെ കുറിച്ച് മുൻഗാമികൾ പറഞ്ഞ അസറുകൾ. അതുപോലെ കിതാബു സംതി വഹിഫ്ദുൽ ലിസാൻ, നാവ് സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള കിതാബ്, അതിനെക്കുറിച്ച് സലഫുകളുടെ അസറുകൾ ശേഖരിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം കിതാബുകൾ, 30ഓളം കിതാബുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ 30 കിതാബിന്റെയും, അല്ലെങ്കിൽ എത്രയാണോ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, അതിന്റെ ചുരുക്കം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ആലിം, ഒരു ഷെയ്ഖ്, അദ്ദേഹം ഈ ഓരോ കിതാബിന്റെയും ഒരു ചുരുക്കം, ഇപ്പോൾ കിതാബുൽ ഇഖ്ലാസ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു 50-100 അസറുകൾ ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഈ ധാരാളം കണക്കിന് കിതാബുകളുടെ ഒരു ചുരുക്കം ഒറ്റ വോള്യത്തിൽ എഴുതിയിട്ടുള്ളതാണ്. UAE ഇമാറാത്തിൽ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ കമാൽ ഹഫളഹുല്ലാഹ് അദ്ദേഹം എഴുതിയിട്ടുള്ള അൽ മുൻതഖ മിൻ കുതുബ് ഇബ്നി അബി ദുനിയ എന്ന കിതാബാണ് ഞാൻ വായിക്കുന്നത്. ആ കിതാബിൽ നിന്ന് ഞാൻ വായിച്ചതിന് ശേഷം തെരഞ്ഞെടുത്ത കുറച്ച് അസറുകൾ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നിയിട്ടുള്ള ചില അസറുകൾ. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കിതാബാണ്. കാരണം ഒന്നാമത് ഇത് എഴുതിയിട്ടുള്ള ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെയധികം പ്രധാനമായിട്ടുള്ള അസറുകൾ തിരഞ്ഞെടുത്തതാണ്.
അതിനുശേഷം അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ഈ കിതാബ് എഴുതിയിട്ടുള്ള ശേഷം അദ്ദേഹം ചുരുക്കി എഴുതിയതാണ്. അതിന് കുറച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഗ്രന്ഥകാരനായിട്ടുള്ള ഹാഫിദ് ഇബ്നു അബീ ദുനിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വലിയ സീറ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഉസ്താദന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്. ഇമാം അഹ്മദിന്റെ ശിഷ്യനാണ് ഇബ്നു അബീ ദുനിയ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുൻഗാമികളുടെ സീറ പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തർജ്ജമയിൽ ചരിത്രത്തിൽ കാണാം, ഒരാളുടെ കൂടെ ഇദ്ദേഹം ഇരുന്നാൽ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ എന്നെ ചിരിപ്പിക്കണോ കരയിപ്പിക്കണോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം മുൻഗാമികളുടെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞിട്ട് ചിരിപ്പിക്കും. അത് ചിരി വരുന്ന സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ രസത്തിലുണ്ട്, മനസ്സിലുണ്ടാകാം. ആ ചിരിച്ച വ്യക്തിയെ അടുത്ത നിമിഷം വേണമെങ്കിൽ അദ്ദേഹം കരയിപ്പിക്കും ഒരു കഥ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം. അത്രമാത്രം മുൻഗാമികളുടെ ചരിത്രം ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ കിതാബ് വായിക്കാം. കിതാബുൽ ഇഖ്ലാസ് എന്ന ഗ്രന്ഥം ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സ്വതന്ത്രമായ കിതാബാണ് കിതാബുൽ ഇഖ്ലാസ്. അതിന്റെ ചുരുക്കം, അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട അസറുകൾ. ഒന്നാമത്തേത് عن عبد الملك بن عطار اللتي رحمه الله قال رأيت عامر بن عبد قيس في النوم. ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ തെളിവല്ല, ഹുജ്ജത്തല്ല, പക്ഷെ സ്വപ്നത്തിന് പ്രാധാന്യമാണ്. സ്വപ്നത്തിന്റെ കാര്യത്തിൽ വഴിപഴിച്ച അല്ലെങ്കിൽ അബദ്ധം പറ്റിയ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒരു വിഭാഗം സ്വപ്നത്തെ തെളിവാക്കുന്ന ആളുകൾ, ശരിയാക്കി സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു, ഇന്ന സലാത്തിന് ഇന്ന ഇത്ര പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് അത് പഠിപ്പിക്കുന്നത്, അത് ശരിയല്ല. കാരണം ഇസ്ലാമിൽ വഹയാണ് തെളിവ്, സ്വപ്നമല്ല. മറ്റൊരു വിഭാഗം സ്വപ്നത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ. അങ്ങനെയല്ല, സ്വപ്നം എന്ന് പറയുന്നത് ഇസ്ലാമിൽ പ്രാധാന്യമാണ്. ഇന്ന റുഅ ജുസ്ഉൻ മിൻ 26 ജുസ്അൻ മിൻ അൻ-നുബുവ്വ. നുബുവ്വത്തിന്റെ 26 ഭാഗങ്ങളിൽ ഒന്നാണ് സ്വപ്നം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. അപ്പോൾ സ്വപ്നത്തിന് പ്രാധാന്യമുണ്ട്. സ്വപ്നത്തിന്റെ പ്രാധാന്യം എന്താണ്? അത് ശരീഅത്തുമായി യോജിച്ചു വന്നാൽ നമുക്കത് വിശ്വസിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാമെന്നല്ല, അതൊരു സന്തോഷ വാർത്തയായി, ഈ ശരീഅത്തിനെ സത്യപ്പെടുത്തുന്ന ഒരു കാര്യമായി, ഒരു അടിസ്ഥാനപരമായ തെളിവല്ലെങ്കിലും തെളിവുകളെ ബലപ്പെടുത്തുന്ന ഒരു സാക്ഷിയായി നമുക്ക് എടുക്കാം. അതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, അർറുയ തസുറുൽ മുഅ്മിൻ വലാ തദുറു. ഇമാം അഹ്മദ് സ്വർഗ്ഗത്തിൽ പോയതായി സ്വപ്നം കണ്ടു എന്ന് ഒരാൾ വന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് പറഞ്ഞ എന്താണ്? ഇന്ന റുഅ, സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് തസുറുൽ മുഅ്മിൻ, ഒരു മുഅ്മിനെ സന്തോഷിപ്പിക്കും നല്ല സ്വപ്നങ്ങൾ. വലാ തദുറു, പക്ഷെ അവന് വഞ്ചിതനാക്കുകയില്ല. സ്വർഗ്ഗത്തിലായി എന്ന് വിചാരിച്ചിന് കാലിനേക്ക് ഇരിക്കുകയില്ല. ഒരുപക്ഷെ അതിന്റെ അർത്ഥം മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. സ്വപ്നം എന്ന് കേൾക്കുമ്പോൾ തന്നെ സംശയത്തോടു കൂടി നോക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് സ്വപ്നം എന്ന് പറഞ്ഞാൽ അതെന്തും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും ശരിയല്ല. വ്യാഖ്യാനം അതൊരു ഇൽമാണ്. യൂസുഫ് അലൈഹി ഇസ്ലാം ചെയ്തിരുന്നതാണ്. അത് യൂസുഫ് അലൈഹി ഇസ്ലാമിന് മാത്രമുള്ള മൗജിദത്താണോ? അല്ല. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമിന് മാത്രമുള്ള മൗജിദത്തല്ല, അത് പൂർണ്ണമായി ശരിയായി എന്നുള്ളത് മൗജിദത്താണ്. പക്ഷെ ആ ഇൽമ് മുൻഗാമികൾ ചെയ്തിട്ടുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്, ഇന്നുമുള്ള ഉലമാക്കൾ സ്വപ്നം വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്വപ്നത്തിൽ കാണപ്പെട്ടു. ഫഖുൽതു, ഈ കഥ പറയുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യുൽ അഅമാലി വജദ്ത അഫ്ളൽ, ഏത് അമലാണ് താങ്കൾക്ക് ഏറ്റവും അഫ്ളലായി കണ്ടത്? സ്വർഗത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം ആഖിറത്തിലാണ്, അദ്ദേഹത്തിന്റെ റൂഹ് ആഖിറത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് അമലാണ് ഏറ്റവും ഉപകാരപ്പെട്ടത്? ഖാല മാ ഉരീദ ബിഹി വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്ത അമലുകൾ. ഈ പറഞ്ഞ കാര്യം, ഈ സ്വപ്നം ശരീഅത്തിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നുണ്ട്. കാരണം ഏറ്റവും അഫ്ളലായ അമൽ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്തതാണ് എന്നതിൽ സംശയമില്ല. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹു, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യരോട് കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഇഖ്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഒരു അമൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഇഖ്ലാസ് വേണം, ഇത്തിബാഅ വേണം. ആ അമൽ ചെയ്യുന്നത് അള്ളാഹുവിന്റെ വജ്ഹിനായിരിക്കണം. ആ അമൽ ചെയ്യുന്ന രീതി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ രണ്ട് നിബന്ധനകളുണ്ടെങ്കിലേ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഇടക്കിടക്ക് ഓർമ്മ പുതുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ശരിയാണ്, പക്ഷേ എല്ലാവരും മറന്നുപോകുന്ന കാര്യവുമാണ്. എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ചില ഇമാമിങ്ങൾ പറഞ്ഞത്,
ഞാനൊരു കിതാബ് എഴുതുകയാണെങ്കിൽ മഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കിതാബ് എഴുതുകയാണെങ്കിൽ അതിൽ ഓരോ ബാബിലും ഈ ഹദീസ് കൊടുക്കും. ഏത് ഇന്നമൽ അമൽ ബിന്നിയാത്ത്, അമലുകളുടെ ഉപകാരം നിയ്യത്തനുസരിച്ചായിരിക്കും എന്ന ഹദീസ് ഞാൻ ഓരോ ബാബിലും കൊടുക്കും. കാരണം എന്താ, മറന്നുപോകും. അപ്പോ ഓരോ അമലുകളിലും ഇഖ്ലാസ് ആവശ്യമാണ്, ഇല്ലെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇത് നമ്മൾ പരിശോധിക്കണം, സ്വയം പരിശോധിക്കണം ഇഖ്ലാസ് ഉണ്ടോ എന്നുള്ള കാര്യം. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ ഈ അസറിന്റെ അർത്ഥം. ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന കാരണങ്ങൾ വർദ്ധിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് റിയാഇന്, ആളുകളെ കാണിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. ഹജ്ജിന് നമ്മൾക്കും പോകുമ്പോൾ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ എത്തിക്കാഫ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കുകയാണ് എന്ന് നേരിട്ടോ അല്ലാതെയോ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പുകളിൽ മെസ്സേജ്, ഇങ്ങനെ അമലുകൾ ലാഹിറാക്കാൻ, പ്രകടമാക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. നമ്മുടെ അമൽ പൊളിച്ചു കളയാനുള്ള മാർഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അങ്ങേറ്റം സൂക്ഷിക്കേണ്ട ഒരു കാലമാണിത് ഇഖ്ലാസിന്റെ കാര്യം. ഈ വിഷയത്തിൽ മുൻഗാമികൾ ധാരാളം സംസാരിച്ചത് കാണാം. അവരുടെ സൂക്ഷ്മത തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇഖ്ലാസിനെ ബാധിക്കുന്ന ഓരോ അപകടങ്ങളും, അത് കേവലം റിയാദ് മാത്രമല്ല. റിയാദ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുക. അതിന്റെ ശാഖകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് ഇറാദത്തുൽ ദുനിയ ബിഅമൽ ആഖിറ, ആഖിറത്തിന്റെ അമൽ കൊണ്ട് ദുനിയാവ് ഉദ്ദേശിക്കുക, ദുനിയാവ് സമ്പാദിക്കാൻ ശ്രമിക്കുക. ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില അമലുകൾ കൊണ്ട് ദുന്യവിയായ നേട്ടങ്ങൾ ഉണ്ടാകും, അത് തെറ്റല്ല. നേരെ മറിച്ച് അവന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ദുനിയാവാകുന്നതാണ് പ്രശ്നം. ഇതുപോലെ ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരാള് അദ്കാർ സബാഹ് മസാ, രാവിലെ വൈകുന്നേരമുള്ള ദിക്റുകൾ, അത് നമുക്ക് സുരക്ഷയ്ക്കുള്ള മാർഗമാണ്, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. പക്ഷെ ഒരാളുടെ ലക്ഷ്യം അങ്ങനെയുള്ള ദുനിയവിയായ ലക്ഷ്യം മാത്രമാണെങ്കിലോ, ഇന്ന് ആക്സിഡന്റ് ഉണ്ടാവരുത്, അതിനുവേണ്ടി മാത്രമാണെങ്കിലോ അത് പാടില്ല. നേരെ മറിച്ച് അവന്റെ ലക്ഷ്യം എന്തായിരിക്കണം? അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനോടുള്ള ഹബ്ബ്, അള്ളാഹുവിന്റെ അടുത്തുള്ള അജ്ർ, ആഖിറത്തിലുള്ള പ്രതിഫലം, അതാണ് അടിസ്ഥാനം. പിന്നെ അപകടം രക്ഷപ്പെടുക, ഇങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ ദീനിയായ ജോലികൾ, ഇപ്പൊ ഇമാമത്ത്, ഖുത്ബ, പിന്നെ ബാങ്ക് കൊടുക്കുന്ന ജോലി, ഇതിനൊക്കെ ശമ്പളം വാങ്ങിയാലോ അത് അടിസ്ഥാന ലക്ഷ്യമാകാൻ പാടില്ല. അങ്ങനെയായാൽ ആ അമല് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. നേരെ മറിച്ച് അടിസ്ഥാന ലക്ഷ്യം എന്തായിരിക്കണം? ഇത് വലിയൊരു ഇബാദത്താണ്. ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാണ്. പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്, മുഅദ്ദിനാണോ ഇമാമാണോ അഫ്ദൽ. അപ്പോൾ ഇമാമാണ് അഫ്ദൽ എന്ന് പറഞ്ഞ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിരുന്നല്ലോ, മുഅദ്ദിനായിരുന്നില്ലല്ലോ, അത് തെളിവാക്കിയിട്ടുണ്ട്. പക്ഷേ മുഅദ്ദിനാണ് അഫ്ദൽ എന്ന് പറഞ്ഞ ആളുകൾക്ക് ധാരാളം ഹദീസുകളുണ്ട്. ഹദീസുകൾ കൂടുതലുള്ളത് മുഅദ്ദിന്റെ ഫളലിനെ കുറിച്ചാണ്. ഇമാമിന്റെ ഫളൽ പറയുന്ന ഹദീസിൽ അത്രക്കില്ല, മുഅദ്ദിനാണ് കൂടുതലുള്ളത്. അതാണ് ഈ കൂടുതൽ തെളിവാക്കിയത്. ഏതായിരുന്നാലും ഇത് രണ്ട് അഭിപ്രായമുണ്ട്, അത്രമാത്രം ഫളലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു സ്ഥാനം ഞാൻ ഉദ്ദേശിക്കുന്നു, ഖിയാമത്ത് നാളില് ഏറ്റവും ഉയർന്നു നിൽക്കുക, ഏറ്റവും ഉയരത്തിൽ കാണുക മുഅദ്ദിനീങ്ങളായിരിക്കും. അത്വൽ അന്നാസി അനാഖൻ യൗമൽ ഖിയാമത്തിൽ മുഅദ്ദിനൂൻ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ അല്ലാഹുമ്മ അർഷിദിൽ അഇമ്മ വഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ, ഉദാഹരണം പറഞ്ഞതാണ്. ധാരാളം ഹദീസുകളുണ്ട്. അപ്പൊ ഈ ഹദീസുകളും ഫളലും ആഖിറത്തിൽ വാഗ്ദാനം ചെയ്ത പ്രതിഫലവും അത് ലക്ഷ്യമാക്കുക. കൂടെ എനിക്ക് ഈ ജോലിയും എന്റെ കുടുംബത്തിന് ഭക്ഷണത്തിന് വേറൊരു ജോലിയും കൂടി ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം അത് ആവശ്യമാണ് എന്ന ഒരു നിയത്തിൽ മാത്രം ശമ്പളം വാങ്ങുകയാണെങ്കിൽ തെറ്റില്ല എന്ന് മാത്രം. അപ്പൊ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിന്റെ വജഹായിരിക്കണം ഏത് അമലാണെങ്കിലും, അല്ലെങ്കിൽ ആ അമൽ പ്രതിഫലം ലഭിക്കുകയില്ല. ഇനി മുൻഗാമികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഇതിനേക്കാൾ പൂർണ്ണമായ അവസ്ഥയിലായിരുന്നു. അവർ ഈ ഒരു നിയത്തിൽ പോലും അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിന്റെ വജഹാക്കിക്കൊണ്ട് ഒരു സഹായം എന്നുള്ള നിലക്ക് പോലും ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല, സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെയായിരുന്നു മുൻഗാമികൾ. അതാണ് ഏറ്റവും പൂർണ്ണമായ അവസ്ഥ. ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ അടിമയായിട്ടുള്ള ഒരു സഹോദരൻ പറയുകയാണ്, ഒരു ഹാദിമൻ പറയുകയാണ്, ദഖൽതു മഅ ഇബ്നു മുഹൈരീസ് ഹാനൂത ബസാസ്. ബസാസ് എന്ന് പറഞ്ഞാൽ തുണിക്കച്ചവടക്കാരൻ. ഒരു തുണിക്കടയിൽ കയറി അദ്ദേഹത്തിന്റെ കൂടെ. അദ്ദേഹം എന്റെ ഓർമ്മ താബിഈയാണ്, അള്ളാഹാണ് താബിഈ അല്ലെങ്കിൽ താബിഈ. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കടയിൽ കയറി. ലിയസ്തരി മിൻഹു മതാഅൻ, അവിടെ നിന്ന് ഒരു ചരക്ക് തുണി വാങ്ങണം. ഫറഫഅ ഫിസ്സൗം, അങ്ങനെ ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്തു? കടക്കാരൻ വില കൂട്ടി പറഞ്ഞു, വില പേശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കടയുടമ വില കുറക്കുന്നില്ല. വലം യഅരിഫു, അദ്ദേഹത്തിന് ഈ വന്നയാൾ ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല, അറിയപ്പെട്ട ഒരു ഇമാമാണ്. ഫഅശർതു ഇലൈഹി അന്നഹു ഇബ്നു മുഹൈരീസ്, ഇത് ഇന്നയാളാണ് എന്ന് ഞാൻ ആംഗ്യം കാണിച്ചു, ഒരു ആലിമാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ആംഗ്യം കാണിച്ചു. ഫഖാൽ, ഇവര് മനസ്സിലാക്കിയ ഈ ഇമാം അദ്ദേഹം പറഞ്ഞു, ഓഹോ നീ മടങ്ങുക, നമുക്ക് ഇറങ്ങാം, ഇവിടെ നിന്ന് പോകാം. ഇന്നമാ നശ്തരി ബി അംവാലിന,
ലാ ബി അദ്യാനിന. നമ്മൾ കച്ചവടം ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങുന്നത് നമ്മുടെ പണം കൊണ്ടാണ്, ദീന് കൊണ്ടല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ദീനിൽ ഉള്ള ഈ സ്ഥാനം, ആരും എന്നുള്ള സ്ഥാനം, അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോയി. അവരുടെ ഇഖ്ലാസിന്റെ പൂർണ്ണതയാണ് ഈ കാണിക്കുന്നത്. അദ്ദേഹം ആ സാധനം വാങ്ങിയിരുന്നെങ്കിൽ കുറ്റക്കാരനല്ല, പക്ഷെ ഇത്രമാത്രം അവർ സൂക്ഷിച്ചിരുന്നു. അൻയഹ്യ ബിൻ അബി കസീർ റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല യസ്അദുൽ മലകു ബിഅമലിൽ അബ്ദ്. ഒരു മലക്ക് അടിമയുടെ അമലുമായി ആകാശത്തേക്ക് ഉയർന്നു പോകും. മുബ്തഹിജൻ, സന്തോഷത്തോടുകൂടി. ഫൈദ ഇൻതഹ ഇലാ റബ്ബിഹി ഖാൽ. അങ്ങനെ റബ്ബിന്റെ അടുത്തെത്തിയാൽ അല്ലാഹു പറയും, ഇജ്അലൂഹു ഫീ സിജ്ജീൻ. നമുക്കറിയാം അമലുകൾ, മുഅ്മിനീങ്ങളുടെ സാലിഹായ അമലുകൾ രേഖപ്പെടുത്തുന്നത് സ്വർഗത്തിലാണ്. എൽദീൻ എന്നത് സ്വർഗത്തിലെ ഉയർന്ന സ്ഥാനമാണ്, അവിടെയാണ് രേഖപ്പെടുത്തുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ പാപങ്ങൾ നരകത്തിന്റെ താഴെ സിജ്ജീൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന പാപം എന്നെ അടിമ ചെയ്തിട്ടുണ്ട് എന്ന് എഴുതി വെക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഇജ്അലൂഹു ഫീ സിജ്ജീൻ. സിജ്ജീനിൽ രേഖപ്പെടുത്തിക്കൊള്ളുക ഈ അമൽ. ഫഇന്നി ലം ഉറദ് ബിഹാദ. കാരണം എന്റെ വഴി ഉദ്ദേശിച്ച് ചെയ്തതല്ല ഈ അമൽ എന്ന് പറയും. ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്ന അമൽ തള്ളപ്പെടും എന്നാണ് ഇതിന്റെ ചുരുക്കം. അത് ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ്. عن معقل بن عبيد الله الجزري قال. معقل بن عبيد الله الجزري رحمه الله അദ്ദേഹം പറയുന്ന ഒരു അസം. قال كانت العلماء اذا التقوا تواصوا بهذه الكلمات. പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് മുൻഗാമികളായ ഉലമാക്കൾ. അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ പരസ്പരം വസിയത്ത് ചെയ്യുമായിരുന്നു, പരസ്പരം അവർ ഉപദേശിക്കുമായിരുന്നു. എന്താണ് അവർ ഉപദേശിക്കുന്നത്? ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കുറെ കാലമായി തന്റെ സുഹൃത്തുക്കളായ മറ്റു ഉലമാക്കൾ കണ്ടിട്ടില്ലെങ്കിൽ അവർ കത്തെഴുതും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു എഴുത്ത് എഴുതി അവർ അറിയിക്കും. എന്താണ് എഴുതുക? എന്താണ് അവർ പറയുക? അന്നഹു മൻ അസ്ലഹ ശരീറതഹു അസ്ലഹ അല്ലാഹു അലാനിയതഹു. ആരാണോ സ്വന്തം രഹസ്യ ജീവിതം നന്നാക്കുന്നത്, അവന്റെ പരസ്യ ജീവിതം അല്ലാഹു നന്നാക്കും. അഥവാ രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഒരാൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ അവന്റെ ബാക്കി ഭൗതികമായ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഞെരുക്കങ്ങൾ, എല്ലാ ഇടപാടുകളും നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടാകും. പലപ്പോഴും അതിന്റെ കാരണം നമ്മുടെ പാപങ്ങളായിരിക്കും. കാരണം പാപത്തിന്റെ ഫലമാണ് ഞെരുക്കം, റിസ്കിൽ ഞെരുക്കമുണ്ടാവുക എന്നുള്ളത്. അതുപോലെ റിസ്കിന്റെ കാര്യം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും, ബന്ധങ്ങൾ ഒക്കെ തകരാറിലാകും. അതിന്റെ കാരണം ഒരു പക്ഷേ ഇപ്പോൾ പരീക്ഷണങ്ങളാവാം. നമ്മുടെ അടുത്ത് കാര്യമായ തെറ്റുകളൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് പരീക്ഷണമാകാം. പക്ഷേ അത് പാപങ്ങളുടെ ഫലമാകാൻ സാധ്യതയാണ്. അദ്ദേഹം പറയുകയാണ്, മൻ അസ്ലഹ ശരീറതഹു അസ്ലഹ അല്ലാഹു അലാനിയതഹു വമൻ അസ്ലഹ മാ ബൈനഹു വബൈന അല്ലാഹ്. ആരാണോ തന്റെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള കാര്യങ്ങൾ നന്നാക്കിയത്, അഥവാ ഇബാദത്തുകൾ, ഹലാൽ ഹറാമുകൾ നോക്കി ജീവിച്ചത്, കഫാഹു അല്ലാഹു മാ ബൈനഹു വബൈന അന്നാസ്. അവന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കും, ശരിയാക്കി കൊടുക്കും. ബന്ധങ്ങൾ, ശത്രുക്കൾ ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അള്ളാഹുമായുള്ള ബന്ധം തകരാറിലാണെങ്കിലോ ജനങ്ങളുമായുള്ള ബന്ധം തകരാറാവും. നമ്മളതിന് പല കാരണങ്ങളും കണ്ടെത്തും, പല പരിഹാരങ്ങളും തേടും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടോ അത് അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പക്ഷേ പരിഹാരങ്ങൾ അന്വേഷിക്കാം, സ്വീകരിക്കാം. അടിസ്ഥാനപരമായ പരിഹാരം എന്താണ്? റബ്ബുമായുള്ള നമ്മുടെ ബന്ധം ശരിയാക്കുക. അത് ശരിയാവാതെ ഒരു പരിഹാരവും ഒരു മാർഗവും നമ്മെ സഹായിക്കുകയില്ല. വമൻ ഇഹ്തമ ബി അംരി ആഖിറതിഹി. ആരാണോ ആഖിറത്തിന്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഗൗരവത്തോടെ ചിന്തിക്കുന്നത്, കഫാഹു അല്ലാഹു അംറ ദുനിയ. അവന്റെ ദുനിയാവിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കും. അപ്പോൾ രഹസ്യ ജീവിതം നന്നാക്കുക എന്നുള്ളത് ഇഖ്ലാസിന്റെ ഭാഗമാണ്. ഇഖ്ലാസുള്ള ഒരാൾ മാത്രമേ അവന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഞാനും റബ്ബും ഒറ്റക്കാവുമ്പോൾ എന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട കാര്യമായി മുൻഗാമികൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം കണ്ടാൽ ഇക്കാര്യം പരസ്പരം ഉപദേശിക്കുമായിരുന്നു. قال بلال بن سعد رحمه الله. ഇമാം ബിലാൽ ബിൻ സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ തകുൻ ദാ വജ്ഹൈൻ. നീ രണ്ട് മുഖമുള്ള ആളാവരുത്. വദാ ലിസാനൈൻ. രണ്ട് നാവുള്ളവനാകരുത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആൾ എന്ന് പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു ആരാണ് ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളെന്ന് പറയുന്നത്. യഅതി ഹൗലായി ബിവജ്ഹിൻ വയഅതി ഹൗലായി ബിവജ്ഹിൻ. ഒരു വിഭാഗം ആളുകളുടെ അടുത്ത് ഒരു മുഖം ആയിരിക്കും, അവരടുത്ത് പോകുമ്പോൾ അവരെ ആളായിരിക്കും. പിന്നെ വേറെ ആളുകളെ കാണുമ്പോൾ, ഇവരുടെ ശത്രുക്കളോ മറ്റോ ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ അവരെ കുറ്റം പറയും, ഇവരെ കൊടുക്കും. ഇങ്ങനെയുള്ള ആളാവരുത്. പക്ഷെ ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ രണ്ട് മുഖം കാണിക്കരുത് എന്നല്ല. അതിനേക്കാൾ വലിയ ഒരു ദുൽവജ്ഹൈനുണ്ട്, ഇരട്ട മുഖം കാണിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? തുദ്ഹിറു ലിന്നാസ് ലിയഹ്മദു വഖൽബുക ഫാജിർ.
നീ ആളുകൾ പുകഴ്ത്താൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ നന്മ പ്രകടിപ്പിക്കുന്നു, പക്ഷെ നിന്റെ കൽബ് ഒരു തെമ്മാടിയാണ്. മനസ്സിലെല്ലാം പാപങ്ങളുമാണ് ഉള്ളത്, മനസ്സിൽ ദുർദ്ദേശങ്ങളാണുള്ളത്, തെറ്റുകളാണുള്ളത്, റിയ ആണുള്ളത്. ആളുകളുടെ മുന്നിൽ വലിയ സാലിഹായി അഭിനയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിനോട് ഈ സ്വഭാവം കാണിക്കരുത്. എത്രത്തോളം മുൻഗാമികൾ ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നു, ചോദിച്ചിരുന്നു. അവർ ചെയ്യുന്ന ഓരോ അമലുകളും, ചെറിയ ഒരു കാര്യം പോലും അതിൽ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നവർ പേടിച്ചിരുന്നു. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, വഅദൽ ഹസൻ യൗമൻ, ഒരു ദിവസം അദ്ദേഹം വഅദ് നടത്തി, ഉപദേശം നടത്തി. വഅദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹലാലും ഹറാമും അതുപോലെ തന്നെ ദീനിന്റെ നിയമങ്ങൾ, അഹ്കാമുകൾ പഠിപ്പിക്കുന്ന ഇൽമിന്റെ മജ്ലിസ് അല്ലാത്ത ആഖിറത്തിനെ കുറിച്ച് പറയുന്ന, ജനങ്ങൾക്ക് ഈമാൻ കൂട്ടുന്ന തരത്തിലുള്ള ഉപദേശങ്ങളാണ് വഅദ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വഅദും നമ്മൾ കേൾക്കേണ്ടത് ഇൽമുള്ള ആളുകളിൽ നിന്നാണ്. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. വഅദ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്താൽ അബദ്ധങ്ങളുണ്ടാകും അവരുടെ സംസാരത്തിൽ. ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ആളുകളെ നിരാശരാക്കും, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശയുണ്ടാക്കും സംസാരിച്ച്. ഇൽമില്ലാത്ത ആളുകൾക്ക് ആവേശമായിരിക്കും ഉണ്ടാവുക. അവര് അള്ളാഹിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് പ്രതീക്ഷയില്ലാതെയാക്കും. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ആളുകളെ അവർ വഞ്ചിക്കുന്ന തരത്തിൽ, ഒന്നും പേടിക്കേണ്ടതില്ല അങ്ങനെ സംസാരിക്കും. അപ്പോ ഒരു മധ്യമമായ മാർഗത്തിൽ ഉപദേശിക്കണമെങ്കിൽ ഇൽമുള്ള ആളുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ ഉലമാക്കളായിരുന്നു ഉപദേശിച്ചിരുന്നത്. അതിൽപ്പെട്ട ആളാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്, വലിയ ഇമാമാണ്. അദ്ദേഹം വാദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിലിരുന്ന ഒരാൾ കരഞ്ഞു. അങ്ങനെ കരഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നീ കരഞ്ഞത് എന്തിനാണ് എന്ന് നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും. ഇത് അടുത്തിരിക്കുന്ന ആളുകൾ കാണാൻ വേണ്ടിയാണോ എന്നുള്ളത് അള്ളാഹു ചോദിക്കും. അത് സൂക്ഷിക്കുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതുപോലെ നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം. ഹസൻ ബസ്രി അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഹസൻ, അദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ആൾ കരഞ്ഞു. فقال അദ്ദേഹം പറഞ്ഞു, قد كان احدهم يبكي الى جنب صاحبه فما يعلم به. മുൻഗാമികൾ ഇങ്ങനെയായിരുന്നില്ല. മുൻഗാമികൾ തന്റെ സഹോദരന്റെ അടുത്തിരുന്ന് കരയും, പക്ഷെ അടുത്തിരിക്കുന്ന ആൾ അറിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സ്വാഭാവിക ചിലപ്പോൾ ഒരു സംശയം തോന്നാം, എങ്ങനെയാണ് അദ്ദേഹം അറിഞ്ഞത്? അടുത്തിരിക്കുന്ന ആൾ അറിയാതെ കരയും എന്ന് പറഞ്ഞത് അദ്ദേഹമായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആൾ അറിയാതെ കരഞ്ഞിട്ടുണ്ടാകാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. وقال محمد بن الواسع رحمه الله, അദ്ദേഹം പറഞ്ഞു, لقد أدركت رجالا, ഞാൻ ചില ആളുകൾ കണ്ടിട്ടുണ്ട്, സഹാബത്താവാം അല്ലെങ്കിൽ താബിഈങ്ങളാവാം. كان الرجل يكون رأسه ورأس امرأته على وساد واحد. അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? മുൻഗാമികളെ കുറിച്ച് പറയുകയാണ്, സഹാബത്തിനെയും താബിഈങ്ങളെയും കുറിച്ച്. അവര് ഭാര്യയും ഭർത്താവും ഒരേ തലയിണയിൽ തലവെച്ച് കിടന്നുറങ്ങും. قد بل ما تحت خده من دموعه. അങ്ങനെ അവൻ കരഞ്ഞ് അവന്റെ ഭാഗം, ആ തലയിണയിൽ അവൻ തലവെച്ച ഭാഗം അവന്റെ കണ്ണീര് കൊണ്ട് നനഞ്ഞു കുതിർന്നിരിക്കും. ലാ തശ്ഉറു ബിഹി ഇംറഅതുഹു. അവന്റെ ഭാര്യ ഇത് അറിയുമായിരുന്നില്ല. അത്രയും അവർ ഇഖ്ലാസ് കാണിച്ചത്. അവൻ കരയുന്നത് ഭാര്യ അറിയരുത് എന്ന് ശ്രദ്ധിക്കുമായിരുന്നു. വല്ലാഹി ലഖദ് അദ്റക്തു റിജാലൻ, അല്ലാഹുവാണ് സത്യം, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, സലഫുകളെ കണ്ടിട്ടുണ്ട്. കാന അഹദുഹും യഖൂമു ഫി الصف, അവർ സഫിൽ വന്ന് നിൽക്കും നമസ്കാരത്തിൽ. ഫതസീറു ദുമൂഉഹു അലാ ഖദ്ദി, അങ്ങനെ നമസ്കാരത്തിൽ അവർ ഖുർആൻ പാരായണം കേട്ട് കരഞ്ഞ് അവന്റെ കവിളിലൂടെ കണ്ണീര് ഒഴുകും. ലാ യശ്ഉറു അല്ലദീ ഇലാ ജൻബിഹി, അവന്റെ അടുത്ത് നിൽക്കുന്ന ആൾ അത് അറിയുകയില്ല. അൽ ഹസൻ, അദ്ദേഹം തന്നെ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ഇൻ കാന റജുലു ലാ യതഅബ്ബദു 20 സന, ചില ആളുകൾ സലഫുകൾ 20 വർഷം ഇബാദത്തിൽ മുഴുകി ജീവിക്കും. എന്താണ് ഇബാദത്തിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ? സാധാരണ ആളുകൾ ചെയ്യുന്ന നമസ്കാരം നോക്കുക, എല്ലാ മുസ്ലിങ്ങൾക്കും വാജിബാണ്. അതിന് പുറമെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച അവസ്ഥയിൽ ജീവിക്കും. 20 വർഷം ആയിട്ടുണ്ടാകും അങ്ങനെ തുടങ്ങിയിട്ട്. മായഅലമു ബിഹി ജാറുഹു, അവന്റെ അയൽവാസികൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. സുന്നത്ത് നോമ്പ് നോക്കുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, ഇതൊന്നും അവന്റെ തൊട്ട അയൽവാസി പോലും അറിയുകയില്ല. അത്രയും രഹസ്യമായിട്ടായിരുന്നു അവർ അമലുകൾ ചെയ്യാറുള്ളത്, ഇഖ്ലാസ് നിലനിർത്താൻ വേണ്ടി. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ഇൻ കാന റജുലു ലാ യസ്തമിഉ ഇലൈഹി അൽഖൗം, മുൻഗാമികൾ ചിലപ്പോൾ ഒരുമിച്ചിരിക്കും, ഒരു സദസ്സിൽ അവർ ഒരുമിച്ചിരിക്കും. വയതദാക്കറൂൻ, അങ്ങനെ അവർ ഇൽമ് ചർച്ച ചെയ്യും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സദസ്സുകളാണ് ഇൽമിന്റെ സദസ്സുകൾ. ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ ക്ലാസ് എടുക്കുകയും മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യുക എന്നത് മാത്രമല്ല. മുൻഗാമികളുടെ ധാരാളം അസറുകൾ കാണാം. അവർ ഒരുമിച്ചിരിക്കുമ്പോൾ
ഒരു ഔപചാരികതകളും ഇല്ലാത്ത സദസ്സുകളിൽ അവർ അള്ളാഹുവിനെ കുറിച്ച് ആഖിറത്തിനെ കുറിച്ച് പറയും. അല്ലെ, മാധവ ജബർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടായിട്ട് കാണാം, തആല ബിനാ നുഅ്മിൻ സാഅ, നമുക്കൊരു മണിക്കൂർ ഇരുന്ന് ഈമാൻ വർദ്ധിപ്പിക്കാം. ഒരു മണിക്കൂർ, സാഅത്ത് എന്ന് പറഞ്ഞാൽ അറബികളുടെ പഴയ അറബി ഭാഷയിൽ ഇന്നത്തെ ഒരു മണിക്കൂറല്ല, കുറച്ച് സമയം, ഇന്നത്തെ കണക്കിൽ 6 മണിക്കൂറോ ഇങ്ങനെയൊക്കെയുള്ള സമയത്തിനാണ് സാഅ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇരുന്ന് ഈമാൻ കൂട്ടാമെന്ന് അവർ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഹദീസിൽ കാണാം സഹാബത്ത് ഒരുമിച്ച് കൂടി ഇരുന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത സമയത്ത് തന്നെ അവർ ചില ഹദീസുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് കൂടിയാൽ എന്തായിരിക്കും ചർച്ച? ദുനിയാവിനെ കുറിച്ചായിരിക്കും, ഉപകാരമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും. ദീനിനെ കുറിച്ചാണെങ്കിൽ പോലും ഉപകാരമില്ലാത്ത കാര്യങ്ങളായിരിക്കും. മാഹിറായിട്ട് നമുക്ക് ദീനായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ നമുക്ക് യാതൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ മുൻഗാമികൾ ഇദ്ദേഹം പറയുകയാണ്, അവരിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ സംസാരിക്കുമ്പോൾ കണ്ണ് നിറയും, സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചൊക്കെ പറയും. ഫയറുദ്ദുഹ, അവൻ ആ കണ്ണീര് നിയന്ത്രിക്കും, കരയാതിരിക്കും. അങ്ങനെ അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ടു വീണ്ടും കരച്ചിൽ വരും, അവൻ വീണ്ടും നിയന്ത്രിക്കും, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇനി സാധിക്കുകയില്ല എന്ന് തോന്നിയാൽ ആ സദസ്സിൽ നിന്നേറ്റ് പോകും. അങ്ങനെയായിരുന്നു മുൻഗാമികൾ. അവരുടെ സദസ്സിന്റെ ഒരു അതപം എന്തെങ്കിലും മനസ്സിലാക്കാം. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ കരയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. കാരണം തമാശയായിരിക്കും കൂടുതൽ. നമ്മൾ ഓരോരുത്തരും, ആദ്യം ഇതിൽ ഉത്തരവാദി ഞാൻ തന്നെയാണ്. നമ്മളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തമാശകളാണ് കൂടുതൽ. അള്ളാഹു നമ്മുടെ അവസ്ഥ നന്നാക്കട്ടെ. ഒരാളുടെ തമാശ കഴിയുമ്പോൾ അടുത്ത തമാശ തുടങ്ങിയിരിക്കും. ഒരു കരയാനുള്ള സാഹചര്യം ഒരിക്കലും നമ്മുടെ മജലിസിൽ ഉണ്ടാവുകയില്ല. അങ്ങനത്തെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച. ഇനി കൂട്ടത്തിൽ ഒരാൾക്ക് അങ്ങനെ ഈമാൻ ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരാൾക്ക് ആഖിറത്തിനെ കുറിച്ച് ഓർത്ത് കരച്ചിലൊക്കെ വന്നാൽ എന്നിട്ട് പോയാൽ നമ്മൾ അവനെ ഉപദ്രവിക്കും. അവനങ്ങോട്ടാ പോയത്, അതൊക്കെ മര്യാദകളാണ് യഥാർത്ഥത്തിൽ. ഫുദൂൽ എന്ന് പറയും, അനാവശ്യമായ സംസാരവും അനാവശ്യമായ തരത്തിലുള്ള പെരുമാറ്റവും. അതൊന്നും മുൻഗാമികളിൽ ഉണ്ടായിരുന്നില്ല. ഹസൻ ബസീർ റഹിമഹുള്ള അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു അസർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കൽ അദ്ദേഹം ഉപദേശിക്കുകയായിരുന്നു. ഒരാൾ ദീർഘമായി ശ്വാസം വലിച്ചു, കരയുന്നത് പോലത്തെ ഒരു ശബ്ദം. فقال الحسن, അപ്പോൾ ഹസൻ ബസരി റഹിമഹുള്ള പറഞ്ഞു, ഇൻ കാന ലില്ലാഹി ഫഖദ് ശഹർത നഫ്സക, അല്ലാഹുവിന് വേണ്ടിയാണ് നീ ഈ നെടുവേർപ്പെട്ടതെങ്കിൽ നീ നിന്റെ ഈ അവസ്ഥ പരസ്യപ്പെടുത്തിയിരിക്കുന്നു. എന്റെ മനസ്സിൽ തട്ടിയ ഉപദേശം എന്ന കാര്യം നീ പരസ്യമാക്കിയിരിക്കുന്നു. വഇൻ കാന ലിഗൈരില്ല, അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിലോ ഹലക്, നീ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അമലുകൾ അത്രയും മറച്ചു വെക്കുക എന്നതായിരുന്നു അവരുടെ രീതി. ഒരു പക്ഷേ ഇങ്ങനെ ഇത്രയും ഉയർന്ന അവസ്ഥ നമുക്ക് ഉണ്ടാക്കുക പ്രയാസമായിരിക്കും. വേണ്ട, അത്രയും നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. നമ്മൾ ചെറിയ രൂപത്തിൽ തുടങ്ങുക, രഹസ്യമായി എന്തെങ്കിലും ഒരു അമൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. മുൻഗാമികളുടെ ഈ അസറുകളൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് അതിശയോക്തിപരമായി തോന്നാം, വലിയ നമ്മളെ കൊണ്ടൊന്നും സാധിക്കാത്തതുപോലെ തോന്നാം. ശരിയായിരിക്കും, പക്ഷേ ഇവരൊക്കെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയവരല്ല. ചെറിയ ചെറിയ അമലുകൾ ചെയ്ത് പൂർണ്ണതയിൽ എത്തിയവരാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥക്കനുസരിച്ചുള്ള പരിശ്രമം നമ്മൾ നടത്തുക. നമ്മുടെ ഇഖ്ലാസിന്റെ കാര്യത്തിലൊക്കെ രഹസ്യമായ എന്തെങ്കിലും ഒരു അമൽ, വിത്ർ നമസ്കാരം, അല്ലെങ്കിൽ ഖുർആൻ പാരായണം, മറ്റാരും അറിയാത്ത എന്തെങ്കിലും ഒരു അമൽ ചെയ്യുക. അതിനും ഇന്ന് നമുക്ക് പല സാഹചര്യങ്ങളുമുണ്ട്, അല്ലെ? നമുക്കറിയാം ഇന്ന് ഫിത്നകൾ പെരുകിയ കാലമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ന് ഇഖ്ലാസിനുള്ള ചില സാഹചര്യങ്ങൾ പെരുകിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ശൈത്താൻ നമ്മളെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുകയാണ്. ഇപ്പൊ സ്വതക്കം നോക്കൂ. പണ്ട് കാലത്ത് സ്വതക്ക ചെയ്യണമെങ്കിൽ വിശ്വാസം പറഞ്ഞ എന്താണ്? സ്വർഗത്തിന്റെ ആഖിറത്തിൽ അള്ളാഹു തആല തണൽ കൊടുക്കുന്ന 7 ആളുകൾ, മഹ്ശറിൽ വെയിലത്ത് നിൽക്കുമ്പോൾ തണൽ കൊടുക്കുന്ന 7 പേർ. അതിലൊരു വിഭാഗം വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത ഒരാൾ. അപ്പൊ അന്ന് സ്വതക്ക രഹസ്യമാക്കുന്നത് പ്രയാസമാണ്. കാരണം കൈ കൊണ്ട് ഒരാളുടെ കൈ കൊടുക്കണം. അതുകൊണ്ട് ചില സഹാബത്തൊക്കെ ചെയ്തിരുന്നത് ഹദീസിൽ കാണാം. പള്ളിയിൽ ഒരാൾ നമസ്കരിക്കുന്ന കണ്ടാൽ അയാളുടെ അടുത്ത് കൊണ്ടുപോയി ഒരു പണക്കിഴി വെച്ചിട്ട് പുറത്തുപോയി കാത്തു നിൽക്കുക, അയാൾ അടുത്ത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവർക്ക് രഹസ്യമായി സ്വതക്ക ചെയ്യുക പ്രയാസമാണ്. രാത്രിയൊക്കെ ഇറങ്ങിപ്പോയി സ്വതക്ക ചെയ്യുന്ന ചിലപ്പോഴുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മൊബൈലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതും ചെറിയ തുക പോലും, എത്ര ചെറിയ തുകയും ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും, സ്വതക്ക ചെയ്യാൻ പറ്റും. ഒരാളും അറിയാത്ത രൂപത്തിൽ സ്വതക്ക ചെയ്യാൻ പറ്റും. അതുപോലെ ഖുർആൻ പാരായണം. പണ്ട് കാലത്താണെങ്കിലും മുസ്ഹഫ് തുറന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. ഹാഫിദ് അല്ല എന്നുണ്ടെങ്കിൽ ഖുർആൻ മുസ്ഹഫ് തുറന്ന് വെക്കണം. ഇന്ന് മൊബൈലിൽ നോക്കിയിട്ട് ഖുർആൻ ഓതാൻ പറ്റും. അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് മൊബൈലിൽ നോക്കി ഖുർആൻ ഓതുകയാണെങ്കിൽ കളിക്കുകയാണെന്ന് നാട്ടുകാർ വിചാരിച്ചോളൂ. പക്ഷെ ശ്രദ്ധിക്കണം, അങ്ങനെ കളി തന്നെ ആവും.
അപ്പോൾ അതിനുവേണ്ട മുൻകരുതൽ എടുക്കണം. മൊബൈലിൽ ഖുർആൻ ഓതാൻ തുടങ്ങി പിന്നെ അത് ശ്രദ്ധ തെറ്റാറുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ മൊബൈലിൽ നോക്കുന്ന അവസ്ഥ. അതിനുള്ള മുൻകരുതലെടുത്ത് ഇന്റർനെറ്റ് ഓഫാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോണിലുള്ള മറ്റ് ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടോ, അല്ലാഹു അലം. എന്തായിരുന്നാലും നമുക്ക് ഇഖ്ലാസിനുള്ള മാർഗങ്ങളുണ്ട്, അമലുകൾ രഹസ്യമാക്കാനുള്ള മാർഗങ്ങളുണ്ട്. അത്തരം മാർഗങ്ങൾ സ്വീകരിക്കണം. അതാണ് മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ള മാതൃക. അടുത്ത ബാബ് കിതാബു അൽ ഇഖ്വാൻ എന്ന ഒരു കിതാബാണ്, രണ്ടാമത്തെ കിതാബ്. ഈ ഇബ്നു അബീ ദുനിയ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് കിതാബുൽ ഇഖ്വാൻ. എന്താണ് ഈ കിതാബിന്റെ ഉദ്ദേശം? അൽ ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹോദരന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടുള്ള പേരാണ് അൽ ഇഖ്വാൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാൻ. മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാകും. എല്ലാ മുസ്ലിമീങ്ങളും പരസ്പര സഹോദരങ്ങളാണ്. അതിൽ തന്നെ സുന്നത്തിന്റെ ആളുകൾ, യഥാർത്ഥ ശുദ്ധമായ അഖീദ, സലഫ് സാലിഹ്യങ്ങളുടെ അഖീദ പിന്തുടരുന്ന ആളുകൾ, അവർക്കിടയിൽ കൂടുതൽ വലിയ സാഹോദര്യം ഉണ്ടാകണം. ഈ സാഹോദര്യം ഉഖുവത്ത് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത് ഔസഖു ഉറൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ഉറപ്പുള്ള കയറെന്ന് പറയുന്നത്, ഈമാനിനെ ഒരു കയറിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഒരു കയറിന് കുറെ പിരികളുണ്ടാകും. അതിലേറ്റവും ഉറപ്പുള്ള ഇഴ എന്ന് പറയുന്നത് അൽ ഹുബ്ബു ബില്ലാഹി വൽ ബുഗ്ദു ബില്ലാഹി, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അല്ലാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അഹബ്ബ ബില്ലാഹി വഅബ്ഗദ ബില്ലാഹി വഅഅത ലില്ലാഹി വമനഅ ലില്ലാഹി, ആരാണോ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്തത് ഫഖദ് ഇസ്തക്മല ഈമാൻ, അവന്റെ ഈമാൻ പൂർത്തിയായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങൾ അധികവും വീഴ്ച വരുന്ന ഒരു കാര്യവുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അസർ കാണാം, വഖദ് അസ്ബഹ ആമ്മത്തു മുആഖാത്തി നാസി അലാ അംരി ദുനിയ. അദ്ദേഹം സഹാബത്തിന്റെ കാലത്ത് പറയുകയാണ്, ഇന്ന് ജനങ്ങൾ അധികവും പരസ്പരം സാഹോദര്യം കാണിക്കുന്നത്, സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നത് അലാ അംരി ദുനിയ, ദുനിയാവിന്റെ പേരിലാണ് എന്ന്. അപ്പോ അന്ന് ഇങ്ങനെ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ ഇന്നത്തെ കാലത്ത് ഇക്കാര്യത്തിൽ എത്ര മാറ്റമുണ്ടായിരിക്കും, എത്രമാത്രം ആളുകൾ ദുനിയാവിന്റെ പിറകിൽ, ദുനിയാവിന്റെ പേരിൽ മാത്രമായിരിക്കും ബന്ധങ്ങൾ കാണിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഈ വിഷയത്തിൽ വന്ന ചില അസറുകളാണ് അള്ളാഹുവിന്റെ പേരിലുള്ള സാഹോദര്യത്തെക്കുറിച്ച്, പരസ്പര ബന്ധത്തെക്കുറിച്ച് പറയുന്ന ചില അസറുകളാണ് ഈ കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ അസർ, അൻസജല റഹിമഹുല്ലാഹ് ഖാല കുന്ന മഅ ഉമ്മു ദർദ, ഒരു സ്ത്രീയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുകയാണ്, കുന്ന മഅ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ ജൂസൻ, ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഫഖാല ലഹ ഹിശാം ഇബ്നു ഇസ്മാഈൽ, അപ്പോൾ ഒരാൾ സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, യാ ഉമ്മു ദർദ, ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ ആലിമത്താണ്, വലിയ ഇൽമുള്ള സ്ത്രീയാണ്. അവരുടെ സദസ്സിൽ പുരുഷന്മാരുണ്ട്, ഹിജാബ് ഉണ്ടാകും, ഒരു മറക്ക് പിന്നിലായി പുരുഷന്മാരിരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, യാ ഉമ്മു ദർദ മാ ഔസഖു അമലുകി ഫീ നഫ്സി, താങ്കളുടെ, അങ്ങയുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ എന്താണ്? സാലിഹായ അമലുകൾ, സുന്നത്തായ അമലുകളൊക്കെ കുറെ ചെയ്യുന്നുണ്ടാവും. അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള, ആഖിറത്തിൽ നാളെ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുമെന്ന് തോന്നുന്നത് എന്താണ്? അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അവർ പറഞ്ഞത് ഖാലത് അൽ ഹുബ്ബു ബില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ ഹുബ്ബാണ് എന്ന് പറഞ്ഞു. ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉദ്ദേശിക്കുന്നത്, നമസ്കാരം നോമ്പ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം അതൊരു അമലാണ്, അതൊരു ഇബാദത്താണ്. നാളെ ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഇതാണ് എന്ന് അവർ പറയുകയുണ്ടായി. അത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നറിയുക? ഒരാൾ അള്ളാഹുവിനോട് എത്ര അടുപ്പമുണ്ടോ ആ അളവിലായിരിക്കും സ്നേഹം. ചിലപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കും, അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്നായിരിക്കും നമ്മുടെ ധാരണ. പക്ഷെ ഒന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകും അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അതെപ്പോഴാണ് മനസ്സിലാവുക? ഈ വ്യക്തി കുറച്ച് വഴിവിളക്കാൻ തുടങ്ങി, ദീനിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ബന്ധത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല, പഴയ പോലെ തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കാം നമ്മൾ സ്നേഹിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, വേറെന്തോ ഗുണം നമുക്കുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, സ്നേഹബന്ധങ്ങൾ, സാഹോദര്യം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്, സൗഹൃദം 3 തരത്തിലുണ്ട്. ഒന്ന് ഹുബ്ബു മൻഫഅ, ഒരു ഉപകാരത്തിന് വേണ്ടിയുള്ള സ്നേഹം. നമുക്ക് അയാൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടാവും, നമ്മൾ സഹായിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിൽ, പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ സഹായിക്കുന്നുണ്ടാവും. ഇതാണ് സ്നേഹത്തിന്റെ ഏറ്റവും തരം താഴ്ന്ന രൂപം, ഏറ്റവും താഴേക്കിടയുള്ള രൂപം. അതിനെയാണ് ഇന്ന് ആളുകൾ വലിയ കാര്യമായി, ദീനില്ലാത്ത ആളുകൾ
വിവരമില്ലാത്ത ആളുകൾ കാണുന്നത്. ഈ പ്രേമം എന്ന് പറയുന്നത് ഇതാണ്, ഇതിൽപ്പെട്ടതാണ്. നമുക്കൊരു മനഃപ്പാടത്തുണ്ട്, ഒരു പ്രയോജനമുണ്ട്, അതിനു വേണ്ടിയാണ്. അതിനെ ഭയങ്കര മഹത്വവൽക്കരിച്ചിട്ടാണ് സാഹിത്യവും സിനിമയും സംഗീതവും ഒക്കെ പരിചയപ്പെടുന്നത്, പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ കാപട്യമില്ല. ഒരു പുരുഷൻ എന്തിനാണ് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നത്? അവന്റെ ശഹവത്തിന് വേണ്ടിയാണ്. ഒരു സ്ത്രീ എന്തിനാണ് പുരുഷനെ ഇഷ്ടപ്പെടുന്നത്? അവരുടെ ശഹവത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ആണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്, അത് തെറ്റല്ല. അത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് മാത്രം. അല്ലെങ്കിൽ അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അപകടങ്ങൾ ഉണ്ടാകും. ഇത് വലിയ സംഭവമൊന്നുമല്ല, വളരെ പുകഴ്ത്തി പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഹലാലായ മാർഗത്തിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുക എന്നുള്ള ആ നെയ്യത്ത് കൂടുതൽ കൂടെ ഉണ്ടെങ്കിൽ അത് പുകഴ്ത്തേണ്ട കാര്യമാണ്. അതല്ലാതെ ഫിദാത്തിഹി, അത് സ്വന്തം നിലയ്ക്ക് വലിയ മഹത്വമുള്ള കാര്യമല്ല. നമ്മൾ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, ബിരിയാണി ഇഷ്ടപ്പെടുന്നുണ്ട്, അതിലെന്താണ് ഇത്ര കാര്യമുള്ളത്? നമുക്ക് രുചികരമായ ഭക്ഷണം നമ്മൾ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇഷ്ടമെന്ന് പറയുന്നത്. അതിന് യാതൊരു മഹത്വവുമില്ല. എന്നാൽ അതിന്റെ കൂടെ നല്ല നെയ്യത്തുണ്ടെങ്കിൽ അത് മഹത്വം ഉണ്ടാകും എന്ന് മാത്രം. അപ്പോൾ മൻഫഅത്ത്, ഒരു ഉപകാരത്തിന് വേണ്ടിയുള്ള പരസ്പര സ്നേഹം. രണ്ടാമത്തേത് ഹുബ്ബുലദ്ദ, ഒരു ആസ്വാദനത്തിന് വേണ്ടിയുള്ള സ്നേഹം. അതെന്താണ് ആസ്വാദനം എന്ന് ഉദ്ദേശിക്കുന്നത്? ബാഹ്യമായ ഉപകാരങ്ങളൊന്നുമില്ല, ബാഹ്യമായ പ്രയോജനങ്ങളൊന്നുമില്ല. ഇത് ചിലപ്പോൾ നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന് തോന്നും കൂടുതൽ. കാരണം ലാഹിറായിട്ട് നോക്കുമ്പോൾ ഉപകാരമൊന്നുമില്ല അതിനെക്കൊണ്ട്. പക്ഷെ ഒരു ലദ്ദത്തുണ്ട്. ലദ്ദത്ത് എന്താണ്? സംസാരം. ചിലപ്പോൾ നമ്മളൊരു ഫഖീറായ മനുഷ്യനെ ആയിരിക്കും സ്നേഹിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്, കാരണം ഫഖീറാണല്ലോ, അവനെ കൊണ്ടൊരു ഉപകാരമില്ല, ഞാൻ അവനോട് അങ്ങോട്ടാണ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ കൂടുതൽ നമ്മൾ മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാകും അവന്റെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതിൽ നമുക്ക് ലദ്ദത്ത്. ചിലപ്പോൾ അവന്റെ മുമ്പിൽ ഫഖ്ർ കാണിക്കുന്നതിലായിരിക്കും ലദ്ദത്ത്. അവനങ്ങനെ കാണുമ്പോൾ അവന്റെ ദാരിദ്ര്യവും നമ്മുടെ അവസ്ഥയും, നമ്മളെ ഉയർന്ന അവസ്ഥയും അത് താരതമ്യം ചെയ്യുന്നതിൽ നമ്മളൊരു സുഖം കാണുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലദ്ദത്തുണ്ടാകും, ആസ്വാദനം ഉണ്ടാകും. അതും യാതൊരു വിലയുമില്ലാത്തതാണ്. മൂന്നാമത്തേത് ഹുബ്ബു ഫദീല, നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാണോ അവനിൽ ഒരു ഫദീലത്ത്, ഒരു ശ്രേഷ്ഠത, ദീനിയായ ഒരു മികവ് കണ്ടിട്ട് സ്നേഹിക്കുക. അവൻ ഇബാദത്തുള്ളവനാണ്, ദീനുള്ളവനാണ്, അമാനത്തുള്ളവനാണ്, നല്ല അഖ്ലാഖുള്ളവനാണ്. അത് കണ്ടിട്ട് അള്ളാഹുവിന് വേണ്ടി അവന് ശരിയായ അഖീദയുള്ളവനാണ്, അതാണ് ഏറ്റവും പ്രധാനം. അതിന്റെ പേരിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുക. അതെപ്പോഴാണ് തെളിയുക? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, മനുഷ്യസഹജമായ തെറ്റുകളല്ല, അവന്റെ ഈ അഖീദയെ ബാധിക്കുന്ന തരത്തിലുള്ള വഴികേടുകളിലേക്ക് പോയാൽ, അല്ലെങ്കിൽ അവന്റെ ഇസ്തിഖാമത്തിന് ബാധിക്കുന്ന ഫിസ്ഖ്, ഫുജൂർ, തൗബ ചെയ്യാതെ ലാഹിറായ മാസിയത്തുകളിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയ്ക്ക് വന്നാൽ നമ്മൾ അവനെ ഒഴിവാക്കും. മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഇത് വലിയ അമലാണ്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ ഉപകാരങ്ങളുണ്ടാകും. ദുനിയാവിലെ ഉപകാരം എന്താണ്? നമുക്ക് അത്തരം സഹോദരങ്ങളുടെ സ്വഭാവം പകരും, അവരുടെ ദീൻ നമുക്ക് കിട്ടും. അൽമർഉ അല ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ ദീനിലായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫലൻദുർ അഹദുക്കും മൻ യുഹാലിൽ, അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് സുഹൃത്താക്കുന്നത് എന്ന് സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ ദീൻ നമുക്കും കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു സഹോദരൻ, സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നടന്നാൽ നമുക്കും അത് പകരാൻ സാധ്യതയുണ്ട്. കാരണം അവൻ രാത്രി നമ്മുടെ കൂടെ കുറേ സമയം ഇരുന്ന് സംസാരിക്കുകയില്ല, അവന് രാവിലെ തഹജ്ജുദ് നമസ്കരിക്കണം. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ വിഷമം ഉണ്ടാകും ഇവൻ നമ്മുടെ കൂടെ ഇരിക്കാത്തത്. പക്ഷെ പതുക്കെ നമ്മളും നിഷ്കരിക്കും. അങ്ങനെ ആയാലോ, അല്ലെങ്കിൽ ഖുർആനെ ഹഫ്ളാക്കിയിട്ടുള്ള അത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സുഹൃത്ത് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഖുർആൻ കേൾക്കാമോ എന്ന് ചോദിച്ച് നമ്മളെ കൊണ്ട് അവന്റെ ഹിഫ്ള് പരിശോധിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഖുർആൻ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കും. അവനൊരു ഹർഫ് ഖുർആനിൽ മറന്നു പോകരുത് എന്നുള്ള വാശിയുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നടന്നാൽ ആദ്യമൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും, കാരണം നമ്മുടെ സ്വഭാവമല്ല അവനുള്ളത്. പക്ഷെ പതുക്കെ ഇങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾ നമുക്ക് പകരും. അത് വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ മരണശേഷവും നമുക്ക് ഉപകാരപ്പെടും, ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടും. ശഫാഅത്ത് നമുക്കറിയാം, ആഖിറത്തിൽ സാലിഹ്യങ്ങളായ ആളുകൾ മറ്റുള്ളവർക്കൊണ്ട് ശഫാഅത്ത് പറയും. ശഫാഅത്ത് പറയാൻ നമുക്ക് തൗഹീദ് വേണം, ദീൻ വേണം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദീങ്ങളായ ആളുകൾക്ക് ശഫാഅത്ത് പറയാൻ മറ്റുള്ള ആളുകൾക്ക് അവസരം കൊടുക്കും. ഉബൈദുല്ലാഹ് അൽ ഹസൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരാളോട് പറഞ്ഞു, യാ ഫുലാൻ ഇസ്തക്സിർ മിന സിദ്ദീഖ്, നീ ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കുക, നല്ല സുഹൃത്തുക്കളെ. ഫഇന്ന ഐസറ മാ തുസീബ്, നല്ല ദീനുള്ള സഹോദരങ്ങൾ നിനക്കുണ്ടായാൽ, സുഹൃത്തുക്കൾ ഉണ്ടായാൽ, അവരിൽ ഏറ്റവും മിനിമം നിനക്ക് എന്ത് കിട്ടും? അവരിന് പല ഉപകാരങ്ങളും കിട്ടും. ഏറ്റവും മിനിമം മൗതുക്,
ഉറപ്പുള്ള കാര്യം എന്താണ്? നീ മരിച്ച വിവരം അവൻ അറിയുമല്ലോ. നീയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിന്റെ മരണ വാർത്ത അവൻ അറിയും. സുഹൃത്താണെങ്കിൽ അവൻ നിനക്കൂടി പ്രാർത്ഥിക്കും. അതെന്തായാലും ഉറപ്പാണ്. നമ്മുടെ സുഹൃത്ത് മരിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുകയില്ല. അപ്പൊ നല്ല കുറേ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിലോ അവരുടെ ദുആ നമുക്ക് കിട്ടും. قال عبد الله بن مسعود رضي الله عنه عبد الله بن مسعود رضي الله عنه പറഞ്ഞു يعتبر الناس بأخدانه ജനങ്ങളെ അവരുടെ ആത്മ സുഹൃത്തുക്കൾ വഴി നിങ്ങൾ വിലയിരുത്തുക. ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ, അവന്റെ നിലവാരം അറിയണമെങ്കിൽ അവന്റെ അടുത്ത സുഹൃത്ത് ആരാണ് എന്ന് നോക്കിയാൽ മതി. കാരണം ഒരു മനുഷ്യൻ സുഹൃത്താക്കുക ആരെയാണ്? അവന്റെ പ്രവൃത്തി ഇഷ്ടമുള്ളവനാണ്. അഥവാ ഒരാളുടെ പ്രവൃത്തികൾ നമുക്ക് ഇഷ്ടമുണ്ടായാലാണ് അവൻ നമ്മൾ സുഹൃത്താക്കുക. അപ്പോ നമ്മളും അവന്റെ വഴിയിലാണ്. അവന്റെ രീതി നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ അവനെ സുഹൃത്താക്കുന്നത്. ചില ആളുകൾ പറയും അവരേറ്റവും അടുത്ത സുഹൃത്ത് ദീനിന്റെ ശത്രുക്കളായിരിക്കും. ചോദിച്ചാൽ അവർ പറയും, അല്ലെങ്കിൽ അവർ ഉപദേശിച്ചാൽ അവർ പറയും അവനുമായി അവന്റെ ആശയങ്ങൾ എനിക്കില്ല, പക്ഷെ സുഹൃത്ത് ബന്ധം ജോലിക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും നിർബന്ധ സാഹചര്യത്തിലോ സഹകരിക്കേണ്ടി വരുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞു. ഏറ്റവും അടുത്ത സുഹൃത്ത് ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയുക അവന്റെ ദീന് വേറെ, അതിലെനിക്ക് യാതൊരു യോജിപ്പുമില്ല, അല്ലെങ്കിൽ അവന്റെ ആദർശമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, പക്ഷെ സൗഹൃദം ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. അല്ലെങ്കിൽ ആശയത്തിന്റെ വ്യത്യാസം, ആദർശപരമായ വ്യത്യാസങ്ങൾ അത് സൗഹൃദത്തെ ബാധിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഒരാളുടെ ദീനും അവന്റെ ആദർശവും അതിനോട് യോജിപ്പുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അതിനോട് വെറുപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവനെ സുഹൃത്താക്കുന്നത്. ഇത് എന്റെ വാക്കല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ ആത്മ സുഹൃത്തുക്കളെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഒന്ന് വിലയിരുത്തുക. നമ്മുടെ ഈമാൻ കൂടുതലാണോ കുറവാണോ അതൊന്ന് മനസ്സിലാവും. എന്തുവാണ് ഇന്ന ആളുകളുടെ കൂടെ നമ്മൾ നടക്കുന്നത്? അവരുടെ പ്രവൃത്തിയും അവരുടെ രീതിയും അത് നമ്മുടെ മനസ്സിൽ അതിനോട് യോജിപ്പുള്ളത് കൊണ്ടാണ്. ഈ കാര്യം നമ്മൾ സ്വയം പരിശോധിക്കുക. قال عبد الله بن الحسن رحمه الله أربع من سعادة المرء ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് 4 കാര്യങ്ങൾ. أن تكون زوجته صالحة അവന്റെ ഭാര്യ സാലിഹത്താവുക. وأن يكون ولده أبرارا അവന്റെ മക്കൾ അവനോട് ബിറുള്ള, അവനെ ബഹുമാനിക്കുന്നവരാവുക, അനുസരിക്കുന്നവരാവുക. وأن تكون معيشته في بلده അവന്റെ മഈശത്ത്, ജീവിതമാർഗം അവന്റെ നാട്ടിൽ തന്നെ കിട്ടുക, യാത്ര ചെയ്യേണ്ടി വരാതെ സ്വന്തം നാട്ടിൽ തന്നെ അവൻ ജീവിക്കാനുള്ള മാർഗമുണ്ടാവുക. ഇതിൽ 4-മതായി പറഞ്ഞു ഇഖ്വാനുഹു സാലിഹീൻ അവന്റെ സഹോദരങ്ങൾ സാലിഹ്യങ്ങളാവുക, അവന്റെ സുഹൃത്തുക്കൾ സാലിഹ്യങ്ങളാവുക. വളരെ പ്രധാനമാണ്. കാരണം നാളെ ആഖിറത്തിൽ സ്വർഗവും നരകവും തീരുമാനിക്കുന്നതിൽ ഇവർക്കൊരു പങ്കുണ്ട്. യൗമ യഅബ്ദു الظالم على يديه ويقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ആഖിറത്തിൽ വെച്ച് നരകത്തിലേക്ക് പോകാൻ പറയുമ്പോൾ ഒരു മനുഷ്യൻ പറയുന്ന വാക്കാണ് യൗമ യഅബ്ദു الظالم على يديه. ഒരു മനുഷ്യൻ കൈ കടിക്കും. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞത് അലാ യദൈഹി എന്ന, 2 കൈയും കടിക്കുന്ന ദിവസം. സാധാരണ നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ വിരല് കടിക്കും, നമ്മൾ വിരലിന്റെ അറ്റമാണ് കടിക്കുക. പക്ഷേ ഉലമാക്കൾ പറയുന്നത്, തഫ്സീറിൽ പറയുന്നത് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് അലാ യദൈഹി 2 കൈയും കൂടി കടിക്കുമെന്നാണ് അവന്റെ വിഷമം കൊണ്ട്. ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ഓരോ വിരല് കടിച്ച് തിന്ന് അങ്ങനെ 2 കൈയും കടിച്ച് മുറിക്കുന്ന അവസ്ഥയാകും. അത്രയും വിഷമം. നരകത്തിലേക്ക് പോകാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുന്റെ റസൂലിന്റെ മാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്ത, എന്റെ നാശമേ, ഖലീല, ഇന്ന വ്യക്തിയെ നമ്മൾ പേര് പറയും, ഫുലാൻ ഇന്നയാളെ ഞാൻ സുഹൃത്താക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ അള്ളാഹുന്റെ ഉത്ബോധനത്തിൽ നിന്ന് എന്നെ പഠിപ്പിച്ചുവല്ലോ എന്ന് പറയും. അപ്പൊ ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണമാകും ചീത്ത സുഹൃത്തുക്കൾ. നല്ല സുഹൃത്തുക്കളാണെങ്കിലോ ഇവനാണല്ലോ ഇതിന്റെ നേരെ വിപരീതം, ഇവനാണല്ലോ ഞാൻ സ്വർഗത്തിലെത്താൻ കാരണം എന്നാലോചിക്കും. അപ്പോ ഇത് ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിൽപ്പെട്ടതാണ് അവരുടെ സുഹൃത്തുക്കൾ സാലിഹ്യങ്ങളാവുക എന്നുള്ളത്. നോക്കൂ, ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ, നല്ലവരായ സുഹൃത്തുക്കളെ സ്വീകരിക്കുക, അത് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. പിന്നെ അവരുമായുള്ള സ്നേഹബന്ധം എത്ര ദൃഢമായിരുന്നു മുൻഗാമികളുടേത്. അത്ഭുതങ്ങളാണ് അവരുടെ ചരിത്രത്തിൽ. പരസ്പര സ്നേഹം അവർ പ്രകടിപ്പിക്കുന്ന രീതികൾ കണ്ടാൽ അതിന് കാരണം ഒന്നാമത്തെ കാര്യം ശരിയാവണം. സുഹൃത്തിനെ സ്വീകരിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്. അങ്ങനെ ആയാൽ പിന്നെ അവരോട് അങ്ങേയൊരു സ്നേഹമായിരിക്കും. നമുക്ക് അത്ഭുതം തോന്നും, എങ്ങനെയാണ് സുഹൃത്തുക്കൾ ഇത്രമാത്രം സ്നേഹം കാണിച്ചത്. അതിന്റെ കാരണം ഇതാണ്. അതിന്റെ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ട്. അവർ സുഹൃത്താക്കിയത് നമ്മളെപ്പോലെ കച്ചവടത്തിന് വേണ്ടിയോ അവരുടെ സംസാരം കേട്ട് തമാശ കേട്ട് ചിരിക്കാൻ വേണ്ടിയല്ല.
മറിച്ച് ആഖിറത്തിൽ എന്റെ സ്വർഗപ്രവേശനത്തിന് ഇവൻ കാരണമാകും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവൻ കാരണമാകും. കാരണം നല്ല സുഹൃത്തില്ലെങ്കിൽ ചീത്ത സുഹൃത്ത് വരും. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇൻസാനാണ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഉൻസ് എന്നുള്ള വാക്കുകളുണ്ടാകാം, പരസ്പരം ഇണങ്ങി ജീവിക്കുന്നതാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്തവരാണ് മനുഷ്യൻ. അപ്പോ നല്ല സുഹൃത്തുക്കളില്ലെങ്കിൽ അവിടെ ചീത്ത സുഹൃത്ത് വരും. നാളെ ആഖിറത്തിൽ ഇവനെ കൊണ്ട് ഉപകാരമുണ്ടാകണം, മറ്റുള്ള ചീത്ത സുഹൃത്തുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ഇവർ പരസ്പരം സ്നേഹം സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങേയറ്റത്തെ പരസ്പര ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, നോക്കൂ, കാന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യദ്കുറു റജുലൻ മിൻ ഇഖ്വാനിഹി ഫി ബഅദ് അൽ-ലൈൽ. അദ്ദേഹം രാത്രി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ ഓർക്കും. രാത്രി ആയിരിക്കും ഓർമ്മ വരുന്നത്, ഇന്ന ആള് എന്റെ സ്നേഹിതനുണ്ടല്ലോ. ഫയഖൂൽ, അങ്ങനെ അദ്ദേഹം പറയും, യാ തൂലഹാ മിൻ ലൈല, ഈ രാത്രി എത്ര ദീർഘമാണ്, ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആഗ്രഹിക്കും ഇവനെ കാണാൻ വേണ്ടി. ഫൈദാ സല്ലൽ മക്തൂബ, അങ്ങനെ ഫർള് നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഫജ്ർ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഗദാ ഇലൈഹി, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പുറപ്പെടും. ഫൈദൽ തഖയ അനഖഹു, അങ്ങനെ അവനെ കണ്ടുമുട്ടിയാൽ കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് മാനക്കത്ത് എന്ന് പറയുന്നത് കുറെ കാലം കാണാത്ത ആളുകൾ തമ്മിൽ കാണുമ്പോഴാണ്. അങ്ങനെയാണ് സ്വഹാബത്ത് ചെയ്തിരുന്നത്. അപ്പോ കുറച്ചു കാലമായി കാണാത്ത ഒരു സുഹൃത്തിന് ഓർമ്മ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ്. രാത്രി ഓർമ്മ വന്നാൽ നേരം വെളുക്കാൻ കാത്തിരിക്കും. ഒരു ഫജ്ർ നമസ്കരിച്ച ഉടനെ ഈ സഹോദരനെ പോയി കാണും. അൻ ശുഅബ റഹിമഹുല്ലാഹ്, ശുഅബ ബിൻ ഹജ്ജാജ് അൽ-ബസ്താമി റഹിമഹുല്ലാഹ് വലിയ ഇമാമാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല ഖറജ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അല അസ്ഹാബിഹി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തുക്കൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അൻതും ജിലാഉ ഹുസ്നി, നിങ്ങൾ എന്റെ ദുഃഖത്തിന്റെ ശമനമാകും. എന്റെ മനസ്സിൽ ഉള്ള വിഷമങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ മറക്കും. ഇങ്ങനെയായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ. അൻവാഹ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹ് താബിഈൻ, അദ്ദേഹം പറഞ്ഞു, സലാസുൻ മിൻ റൂഹി ദുനിയ, മൂന്ന് കാര്യങ്ങൾ ദുനിയാവിന്റെ സുഖങ്ങളിൽപ്പെട്ടതാണ്. ദുനിയാവ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ. ലുഖിയുൽ ഇഖ്വാൻ വഇഫ്താറു സ്സായിം വത്തഹജ്ജുദ് മിൻ ആഖിരിൽ ലൈൽ, സഹോദരങ്ങളെ കണ്ടുമുട്ടുക, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ അവരുമായി കണ്ടുമുട്ടുക. ഇഫ്താറു സ്സായിം, ഇഫ്താറു സ്സായിം എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുക, നോമ്പ് തുറപ്പിക്കാനാണ്. നമ്മൾ സാധാരണ നോമ്പ് തുറക്ക് ഇഫ്താർ എന്നാണ് പറയാം. യഥാർത്ഥത്തിൽ നോമ്പ് മുറിപ്പിക്കുന്നതിന് തഫ്തീർ എന്നാണ് പേര്. ഇഫ്താർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിക്കുന്നതാണ്. നോമ്പുകാരൻ നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം ഹദീസിൽ വന്നതാണ്. ഒരു നോമ്പുകാരൻ രണ്ട് സന്തോഷങ്ങളുണ്ട്. ഓർത്ത് നോക്കൂ, വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് നോമ്പ് മുറിക്കുക എന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആഖിറത്തിലുള്ള പ്രതിഫലം, അതിനെക്കുറിച്ചുള്ള സന്തോഷം, അതുപോലെ ഒരു പകല് മുഴുവൻ നമ്മൾ നോമ്പ് നോറ്റിട്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ സന്തോഷം. അപ്പൊ ദുനിയാവിൽ ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് തഹജ്ജുദ് മിൻ ആഖിരിൽ ലൈൽ, അതുപോലെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളും ദുനിയാവിലെ ഏറ്റവും വലിയ സുഖങ്ങളിൽപ്പെട്ടതാണ്. عن تميم بن سلمة رحمه الله أن عمر لما أتى الشام, ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയപ്പോൾ, അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഷാം കീഴടക്കുന്നത്. ഇന്നത്തെ സിറിയ, അതുപോലെ തന്നെ ഫലസ്തീൻ ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഷാം. അങ്ങനെ ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് മുസ്ലിമീങ്ങൾ സഹാബത്ത് പോയി യുദ്ധം ചെയ്ത് ബൈത്തുൽ മഖ്ദിസ് കീഴടക്കി. ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മഖ്ദിസിന്റെ താക്കോൽ ഏറ്റുവാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അവിടെ എത്തിയപ്പോ അവിടുത്തെ അമീർ, മുസ്ലിമീങ്ങളുടെ അമീർ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റഹിമഹുല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഫൽതസമഹു ഉമർ വഖബ്ബല യദഹു വജഅല യബ്കിയാൻ, അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കൈ മുത്തി അവർ രണ്ടുപേരും കരയുകയായിരുന്നു എന്നാണ്. കാരണം അവർ കുറെ കാലമായി കണ്ടിട്ടില്ല. യുദ്ധമായി അദ്ദേഹം ഷാമിലാണ്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. മുൻഗാമികൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹം അതിന് ഉദാഹരണമാണ്. അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, അത്തവദ്ദുദു ഇലന്നാസി നിസ്ഫുൽ അഖൽ, ജനങ്ങളോട് പ്രത്യേകിച്ച് സാലിഹ്യങ്ങളായ ആളുകളോട് സ്നേഹം കാണിക്കുക എന്നുള്ളത് അഖലിന്റെ പകുതിയാണ്. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഒരാളോട് ഹുബ്ബ് കാണിച്ചാൽ, സ്നേഹം പ്രകടിപ്പിച്ചാൽ അത് ഒരു കുറച്ചിലാണെന്നാണ്. അതിന്റെ ഒരു ദൗർബല്യമാണ്. ഒരു ഗൗരവത്തിൽ സലാം പറയും, അങ്ങനെ ആളുകളോട് വളരെ പരിമിതമായ ബന്ധം മാത്രം. അതാണ് പൗരുഷം, അതാണ് ഗാംഭീര്യം എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത് നല്ല ആളുകളുമായി സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിയുണ്ട് എന്നതിന്റെ തെളിവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
قال سعيد بن عبد الرحمن الزبيدي رحمه الله يعجبني من القراء كل سهل طلق مضحك. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ എന്നാണ് ഇന്ന് പൊതുവെ അർത്ഥം പറയാറുള്ളത്. പക്ഷെ മുൻഗാമികൾ ഉലമാക്കൾക്കായിരുന്നു ഖുർആൻ എന്ന് പറഞ്ഞിരുന്നത്, പണ്ഡിതന്മാർക്കായിരുന്നു ഖുർആൻ എന്ന് പറഞ്ഞിരുന്നത്. ദീൻ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയായിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയണം. എന്തൊക്കെയാണ് അവർക്ക് വേണ്ട ഗുണങ്ങൾ? കുല്ലു സഹലിൻ ത്വൽഖിൻ മുഹാഖ്, പെരുമാറാൻ എളുപ്പമുള്ളവർ. അപ്പൊ ഞാൻ ഒരു ആലിമാണ്, അല്ലെങ്കിൽ താലിബുൽ ഇൽമാണ്, ഒരു ദാഇയാണ് എന്ന് പറഞ്ഞ് ഗൗരവത്തിൽ പെരുമാറുന്ന ആളല്ല. വളരെ എളുപ്പമുള്ള ആളുകൾ, പെരുമാറാൻ എളുപ്പമുള്ള ആളുകൾ, ജനങ്ങളോട് ഇടപഴകുന്നവർ, മുദ്ഹാഖ്, ചിരിക്കുന്നവർ. ഫഅമ്മാ മൻ തൽഖാഹു ബിബിശ്രിൻ വയൽഖാക ബിദുർസ്, എന്നാൽ നീ അങ്ങോട്ട് പുഞ്ചിരിയോടുകൂടി ചെല്ലുമ്പോൾ ഇങ്ങോട്ട് മുഖം ചുളിക്കുന്ന ആളാണെങ്കിൽ, യമുന്നു അലൈക ബിഅമലിഹി, അവൻ തനിക്കെന്തോ ഔദാര്യം ചെയ്തു തരുന്നത് പോലെ പെരുമാറുന്നവരാണെങ്കിൽ, ഫലാ കസ്സറല്ലാഹു ബിന്നാസി അംസാല ഹൗല, ഇത്തരക്കാര് ഈ മുസ്ലിം ഉമ്മത്തിൽ കൂടുതൽ പെരുകാതിരിക്കട്ടെ, അവരുടെ എണ്ണം അള്ളാഹു കൂട്ടാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ജനങ്ങളുമായി, സാലിഹ്യങ്ങളായ ആളുകളുമായി പെരുമാറുക, ഇടപഴകുക, സ്നേഹത്തോടുകൂടി കഴിയുക എന്നുള്ളത് അത് എൽമുള്ള ആൾക്ക് പ്രത്യേകം ആവശ്യമായ കാര്യമാണ്. ഇമാം അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ അറിയാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. താബിഈങ്ങളുടെ കാലത്തെ വലിയ ഇമാമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ച മറ്റൊരു വ്യക്തി അബൂ ഇസ്ഹാഖ് അൽ അഖറ റഹിമഹുല്ലാഹ് പറയുകയാണ്, റഅയ്തു അബ്ദുല്ലാഹ് ബിൻ മുബാറക് യഖ്റുജു മിൻ ഇൻദി സുഫ്യാൻ ബിൻ ഉയൈന, സുഫ്യാൻ ബിൻ ഉയൈന റഹിമഹുല്ലാഹു തആലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു അബ്ദുല്ലാഹ് ബിൻ മുബാറക്. അദ്ദേഹം താബിഈയാണ്. സുഫ്യാൻ ബിൻ ഉയൈന വലിയ ആലിമാണ്. അദ്ദേഹം ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് സുഫ്യാൻ ബിൻ ഉയൈനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മസ്റൂറൻ തയ്യിബൻ നഫ്സ്, വളരെ സന്തോഷത്തിലാണ് വരുന്നത്. ഫഖീല ലഹു ഫി ദാലിക്, അപ്പോൾ ആരോ ചോദിച്ചു എന്താണ് ഇത്ര സന്തോഷം? ഫഖാല വമാ യംനഉനി മിൻ ദാലിക്, എനിക്കെന്താണ് നഷ്ടം, അഥവാ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഹദ്ദസനി ഇബ്നു ഉയൈന ബി 40 ഹദീസൻ, എനിക്ക് 40 ഹദീസ് അദ്ദേഹം പഠിപ്പിച്ചു തന്നു. വഅതഅമനി ഖബീസൻ, അതിന്റെ കൂടെ എനിക്ക് ഖബീസ് അദ്ദേഹം എന്നെ കൊണ്ട് തീറ്റിച്ചു. ഖബീസ് എന്ന് പറഞ്ഞാൽ ഖബീസ് എന്നല്ല, ഖബീസ് സാദ്. ഖബീസ് എന്ന് പറഞ്ഞാൽ അറബികൾ പഴയ കാലത്തും ഇന്നും വളരെ ഇഷ്ടപ്പെടുന്ന മധുരമുള്ളൊരു ഭക്ഷണമാണ്. തമ്രും അതുപോലെ തന്നെ ഗോതമ്പും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഇന്ന് ഏറെ അറിയപ്പെടുന്നത് യുഎഇയിലാണ്, അവരുടെ ഒരു ഭക്ഷണമാണ് ഖബീസ്. ഖറസ് എന്നാണ് അവർ പറയുന്നത്, ഇപ്പോഴുള്ള ആളുകൾ അതിനെ വിളിക്കുന്നത്. രാവിലത്തെ ഭക്ഷണം ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ ഈ ഭക്ഷണം അദ്ദേഹം എനിക്ക് തന്നു, അതിന്റെ കൂടെ എനിക്ക് 40 ഹദീസ് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുകയും ചെയ്തു. അപ്പൊ നോക്കൂ നിങ്ങൾ, വലിയ ഇമാമാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ശിഷ്യം വരുമ്പോൾ ഒരു ഗൗരവത്തിൽ ഇരിക്കുകയല്ല, അദ്ദേഹം വീട്ടിൽ കയറ്റിയിട്ട് അദ്ദേഹം ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചിട്ടാണ് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. قال شعيب بن حرب رحمه الله, شعيب بن حرب رحمه الله അദ്ദേഹം പറയുകയാണ്, كان حمزة الزيات يقرئنا القرآن ويطعمنا الخبيث. ഇതേപോലെ തന്നെ ഹംസ സയ്യാദ് റഹിമഹുല്ലാഹ്, ഹംസ സയ്യാദ് എന്ന് പറയുന്നത് അറിയപ്പെട്ട ഒരു ഇമാമാണ് ഖുർആന്റെ കാര്യത്തിൽ, ഖിറാഅത്തിന്റെ കാര്യത്തിൽ. നമുക്കറിയാം ഖുർആന് 10 ഖിറാഅത്തുകളുണ്ട് വിശുദ്ധ ഖുർആൻ. ഈ 10 ഖിറാഅത്ത് താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും കാലത്ത് ജീവിച്ചിരുന്ന 10 ഇമാമിയങ്ങളാണ്. അവരുടെ പേരിൽ അറിയപ്പെടുന്ന 10 ഖിറാഅത്തുകളുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവര് അവരുടെ വകയായിട്ട് ഖുർആനിൽ കൈകടത്തിയതാണെന്നാണ്? അല്ല. നമുക്കറിയാം ഖുർആൻ അവതരിപ്പിച്ചത് 7 ലുഗയിലാണ്. 7 ലുഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അറബികളുടെ കബീലകൾക്കനുസരിച്ച് ചെറിയ വാക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും. ഒരേ കാര്യത്തിന് തന്നെ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കും, അക്ഷരത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ 7 ശൈലികളുണ്ട് ഖുർആൻ. ഈ 7 ലുഗകളും അത് പരസ്പരം കൂടിക്കലർന്നാണ് കിടന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു സഹാബി ഖുർആൻ ഓതുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരു വാക്ക് ഇന്ന കബീലയുടെ ഭാഷയിലായിരിക്കും, വേറൊരു സൂറത്തിൽ അദ്ദേഹം ഓതുന്നത് വേറൊരു കബീലയുടെ ഭാഷയിലായിരിക്കും, അവരുടെ നാടൻ ഭാഷയിലായിരിക്കും. ഇതൊക്കെ അള്ളാഹു ഇറക്കിയതാണ്. അങ്ങനെ താബിഈങ്ങളുടെ കാലത്ത് 10 ആളുകൾ വന്നു. ഈ 10 ആളുകൾ പ്രത്യേകത എന്താണ്? അവരാണ് അവർക്ക് ശേഷമുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിന് ഖുർആൻ പഠിപ്പിച്ചത്, ഖിറാഅത്ത് പഠിപ്പിച്ചത്. അപ്പൊ ഈ 10 ആളുകളും ഓതിയിരുന്ന ഒരു തർത്തീബുണ്ട്. അത് പിന്നീട് 10 ഖിറാഅത്തുകളായി സ്ഥിരപ്പെട്ടു. അപ്പൊ ഇതാണ് 10 ഖിറാഅത്ത് എന്ന് പറയുന്നത്. അതിൽ 10 കാര്യങ്ങളിൽ 6ാമത്തെ ആളാണ്. അവരുടെ ഒരു തർത്തീബുണ്ട്, 1, 2 എന്ന് പറഞ്ഞ് അവരുടെ സ്ഥാനത്തിനനുസരിച്ച് അവർക്ക്
അവരുടെ പ്രശസ്തിക്കും അറിവിനും അനുസരിച്ച് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിൽ 6ാമത്തെ ആളാണ് ഹംസ അസ്സയ്യാത്ത് റഹ്മഹുല്ലാ. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യം പറയുകയാണ്, അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കും, അതോടൊപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഭക്ഷണ ഹബീസ് അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യും, അതുകൊണ്ട് ഞങ്ങളെ സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. അടുത്ത കിതാബു ഇസ്ലാഹിൽ മാൽ. ഇദ്ദേഹത്തിന്റെ ഈ ഇബ്നു അബീ ദുനിയയുടെ കിതാബുകളിൽ ഒരു കിതാബാണ് ഇസ്ലാഹു അൽ മാൽ. അതാണ് ഇസ്ലാഹുൽ മാൽ എന്ന് പറഞ്ഞാൽ. ഇസ്ലാഹ് എന്ന് നമുക്ക് നന്നാക്കുക, മാൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, പണം. അപ്പൊ പണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, സമ്പാദിക്കുക, പണം സമ്പാദിക്കാനുള്ള പ്രോത്സാഹനം. അതുപോലെ തന്നെ സമ്പാദിച്ച പണം നല്ല രൂപത്തിൽ ചെലവഴിക്കാനുള്ള ഉപദേശങ്ങളും. ഇത് രണ്ടും സലഫുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഖുർആനും സുന്നത്തിലും പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സമ്പാദിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സമ്പാദിക്കുന്നത് ഹലാലായ മാർഗത്തിലായിരിക്കണം, അതെങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എങ്ങനെ ചെലവഴിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഖുർആനും സുന്നത്തും പഠിച്ച ഒരാൾക്ക് അറിയാം എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത്. സലഫു സാലിഹീങ്ങൾ അത് അമൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എല്ലാ മനുഷ്യർക്കും അറിയാം. ഇപ്പോ ആളുകൾ പഠിപ്പിക്കുന്നത്, ചെറിയ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞത്, അറബിയിൽ അൽവായുൽ മാലി എന്ന് പറയാം. സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള അതൊരു എൽമായി മാറിയിട്ടുണ്ട്. കാരണം എന്താണ്, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് മനുഷ്യന്റെ പോക്കലിലെ പണം പുറത്തെത്തിക്കാൻ വേണ്ടി ആൾക്കാർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിവരമില്ലെങ്കിൽ ഇന്ന് ആൾക്കാർ ഇത് നശിച്ചു പോകും. അതൊന്ന് സാധാരണ പറയാറുണ്ട്, സമ്പാദിക്കാൻ വിഡ്ഢികൾക്കും സാധിക്കും, പക്ഷെ ചെലവഴിക്കാൻ ബുദ്ധിയുള്ളവനെ സാധിക്കുകയുള്ളൂ. ചെലവഴിക്കുന്നതാണ് കൂടുതൽ പ്രധാനം. എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. അതിന് സ്കൂളുകളും കോളേജുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിൽ ഖുർആനും സുന്നത്തിലും ഇത് കൃത്യമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇബാദുർ റഹ്മാനല്ലദീന യംശൂന അലൽ അർദി ഹൗന എന്ന് പറഞ്ഞിട്ട് സാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് അല്ലാഹു അവരുടെ സിഫത്തുകൾ പറഞ്ഞപ്പോൾ വല്ലദീന ഇദാ അൻഫഖു, അവരുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. തഹജ്ജുദ് നിസ്കരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് വല്ലദീന ഇദാ അൻഫഖു ലം യഖ്തുറു ലം യുസ്രിഫു വലം യഖ്തുറു, അവർ പിന്നെ പിശുക്ക് കാണിക്കുകയുമില്ല, ദൂർത്തടിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിൽ മധ്യമമായ നിലപാടായിരിക്കും എന്നുള്ളത്. അപ്പൊ സമ്പത്ത് ചെലവഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൽ മുൻജിയാത്ത് വസലാത്തുൽ മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്. 3 കാര്യങ്ങൾ ഒരാളെ രക്ഷപ്പെടുത്തും, അവൻ ജീവിത വിജയത്തിന് കാരണമാകും. 3 കാര്യങ്ങൾ അവന്റെ ജീവിതം പരാജയപ്പെടാൻ കാരണമാകും. അതിലൊന്ന് പഠിപ്പിച്ചത് വൽഗിന വൽഖസ്ദ ഫിൽ ഗിന വൽ ഫഖർ, സമ്പത്ത് ഉണ്ടാകുമ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും ഖസ്ദ്, മധ്യമമായ മാർഗത്തിൽ അല്ലെങ്കിൽ ഇടത്തരം രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളത്. അപ്പൊ ഈ കാര്യം ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്. ഇനി സലഫുൽ കാര്യത്തിൽ പറഞ്ഞ ചില ഉപദേശങ്ങൾ ഈ കിതാബിൽ നിന്ന് നമുക്ക് വായിക്കാം. അൽ മിസ്വരി ബിൻ മഖ്റുമ സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഖദിമ അലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിമാലിൻ ഫീ വിലായത്തി. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റ കാലത്ത്, മരിക്കുന്ന കാലത്ത് കുറെ സമ്പത്ത് അവിടെ വന്നു അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക്, അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക്, ഗനീമത്തോ മറ്റോ ആയിട്ട്. ഫജഅല യതസഫഹു വയൻദുറു ഇലൈഹി, അദ്ദേഹം ഈ പണം ഇങ്ങനെ പിന്നെ പരിശോധിക്കാൻ തുടങ്ങി, കൈകൊണ്ട് തൊട്ടു നോക്കാൻ തുടങ്ങി. വയൻദുറു ഇലൈഹി, അത് നോക്കാൻ തുടങ്ങി. ഫഹമലത് ഐനാഹു ദുമുഅൻ ഫബക, അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് കരഞ്ഞു അദ്ദേഹം. ഫഖാല ലഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, മാ യുബ്കിക യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് താങ്കൾ കരയാൻ കാരണം? ഫവല്ലാഹി ഇന്ന ഹാദാ ലമിൻ നവാത്തിൻ ശുക്ർ, നന്ദി കാണിക്കേണ്ട സമയമാണല്ലോ, കരയേണ്ട സമയമല്ലല്ലോ. അല്ലാഹു തആല ഒരു ഫത്ഹ്, വിജയം നൽകിയ സന്ദർഭമാണ്, യുദ്ധം വിജയിച്ച സന്ദർഭമാണ്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹാദൽ മാല വല്ലാഹി മാ ഉഅതിയഹു ഖൗമുൻ ഇല്ലാ ഉൽഖിയ ബൈനഹുൽ അദാവത്തു വൽ ബഗ്ളാ, ഈ പണം എന്ന് പറയുന്നത് ആർക്ക് കിട്ടിയിട്ടുണ്ടോ അവർക്കിടയിൽ ശത്രുത ഉണ്ടാവാതിരുന്നിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പറഞ്ഞ ഹദീസുകളുണ്ട്, സമ്പത്ത് നിങ്ങൾക്ക് വിശാലമായി കിട്ടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നത്. അതിന്റെ അർത്ഥം സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് അത് ഉറപ്പായും ശത്രുതക്ക് കാരണമാകുമെന്നാണ്. അല്ല, സമ്പത്തുണ്ടായാൽ അതിന് നന്ദി കാണിക്കണം. നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ശത്രുതയുണ്ടാകും, പരസ്പര മത്സരം ഉണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് ഖൈറിനും ഷെറിനും സാധ്യതയുള്ള കാര്യമാണ്. സമ്പത്ത് അത് ഷെറുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? അധിക മനുഷ്യന് നന്ദിയില്ലാത്തവരാണ്. ഖലീലുൻ മിൻ ഇബാദിയ ശുക്കൂർ,
നന്ദിയില്ല, മനുഷ്യർ അധിക പേരും നന്ദിയില്ലാത്തവരാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ സമ്പത്തിനും മനുഷ്യർ നന്ദി കാണിക്കുകയില്ല, നന്ദി കാണിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടാകും എന്നതാണ് ഈ അസറിന്റെ അർത്ഥം. ഖാല സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് യംബഗി ലിൽ ആഖിലി, ഒരു ബുദ്ധിയുള്ള മനുഷ്യന് നിർബന്ധമാണ് അൻ യുഹിബ്ബ ഹിഫ്ദൽ മാലി ഫി ഗൈരി ഇംസാക്, അവൻ പിശുക്ക് കാണിച്ചിട്ടില്ലെങ്കിലും സമ്പത്ത് കുറച്ചൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത്, വലിയ പിശുക്കായിട്ടില്ലെങ്കിലും കുറച്ച് സമ്പത്ത് മാറ്റിവെക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള ഒരാൾക്ക് നിർബന്ധമാണ്. ഫഇന്നഹു മിനൽ മുറൂഅ, അത് മാന്യതയുടെ ഭാഗമാണ്. വയകുഫു ബിഹി വജ്ഹ, അങ്ങനെ ചെയ്താൽ അവന്റെ മുഖത്തെ അവന് സംരക്ഷിക്കുക. അവന്റെ മുഖത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറേ അസറുകൾ കാണുക. സമ്പത്തുണ്ടെങ്കിൽ കുഫു ബിഹി വജ്ഹു, അവന്റെ മുഖം അവൻ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതായാലും സമ്പത്തില്ലാതായാലും എന്ത് ചെയ്യും? ആളുകൾ അവന് കൈ നീട്ടേണ്ടി വരും. കൈ നീട്ടുന്നവന്റെ മുഖം എങ്ങനെയായിരിക്കും? ആ അവസ്ഥയിൽ നിന്ന് അവന്റെ മുഖത്തെ അവൻ സംരക്ഷിക്കാം. വയുക്രിമു നഫ്സഹു, സ്വന്തത്തെ അവൻ ആദരിക്കാം, സ്വന്തം വില അവന് നിലനിർത്താം. വയസ്സുലുമിൻ റഹിമഹു, കുടുംബബന്ധം ചേർക്കാം. അപ്പോ പണത്തിന്റെ ഉപകാരം അദ്ദേഹം പറഞ്ഞതാണ്. സ്വന്തം അഭിമാനം സംരക്ഷിക്കാം, കുടുംബബന്ധം ചേർക്കാം. നമ്മളൊക്കെ കുടുംബത്തിൽ പല കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ സഹായിക്കാൻ സാധിക്കും. അത് വലിയ ഒരു കാര്യമാണ്. അപ്പൊ സമ്പത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നന്ദിയില്ലാതായാൽ ഈ സമ്പത്ത് നമ്മെ ഉപദ്രവിക്കും, അതുകൊണ്ട് വലിയ അപകടമുണ്ടാകും. അതാണ് അതിനുള്ള പരിഹാരം. സമ്പാദിക്കാതിരിക്കുക എന്നുള്ളതല്ല, നന്ദി കാണിക്കുക എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഖാല മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹ്, ഇമാം മുഹമ്മദ് ബിൻ മുൻകദിർ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞു നിഅമൽ ഔനു അല ദീനി അൽ ഗിനാ. അതുപോലെ തന്നെ ഈ സമ്പത്തിനെ ആക്ഷേപിക്കുന്ന ഹദീസിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, നന്ദിയുടെ പ്രാധാന്യം, നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് അപകടം ഉണ്ടാകും. രണ്ടാമത്തേത് ആർത്തി. നമ്മുടെ ആവശ്യത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായ സമ്പത്തുണ്ട്. നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്, കുടുംബത്തെ നോക്കാൻ പറ്റുന്നുണ്ട്, കുടുംബബന്ധം നിലനിർത്താൻ പറ്റുന്നുണ്ട്. അത് കവിഞ്ഞിട്ടും മതിയാകാത്ത അവസ്ഥ, അതും ആക്ഷേപിക്കപ്പെട്ടതാണ്. എന്നാൽ ഒരാൾക്ക് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ട പണം സമ്പാദിക്കുക എന്നുള്ളത് അതിനുവേണ്ടി അധ്വാനിക്കണം. അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുകയും അതിൽ നിന്ന് കുറച്ചെടുത്തു വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന കൗലുകളുടെ അർത്ഥം. മുഹമ്മദ് ബിൻ മുൻകദിർ പറയുക, ഒരാളുടെ ദീനിന് ഏറ്റവും നല്ല, എത്ര നല്ല സഹായിയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് എന്നുള്ളത് ദീനിന് സഹായിയാണ്. ഇതൊരു ഹദീസിൽ വന്ന ആശയമാണ്. ഹലാലായ പണം സാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ കിട്ടിയാൽ എത്ര നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അൻ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് അന്നഹു തറക ദനാനീറ കസീറ. സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ പണം ഉണ്ടായിരുന്നു. ഫലമ്മ ഹദറത്തുൽ വഫാത്ത്, അദ്ദേഹം മരിക്കാനായപ്പോൾ ഖാൽ, അദ്ദേഹം പറഞ്ഞു അല്ലാഹുമ്മ ഇന്നക തഅലം, അല്ലാഹുവേ നിനക്കറിയാം, അന്നീ ലം അജ്മഅഹാ ഇല്ലാ ലിഅസൂന ബിഹാ ദീനി. അവർ സമ്പാദിക്കുന്നതിനെ പേടിച്ചിരുന്നു. എന്തുകൊണ്ട്? നന്ദികേട് കാണിക്കുമോ എന്ന് ഓർത്തിട്ട്, ഇസ്രാഫ് കാണിക്കുമോ എന്ന് ഓർത്തിട്ട്. എന്നാൽ അതോടൊപ്പം തന്നെ സമ്പത്ത് കൊണ്ട് ആവശ്യങ്ങളുമുണ്ട്. അപ്പോ പല കാര്യങ്ങളും ഇങ്ങനെയായിരിക്കും. ചില കാര്യങ്ങൾ അതിൽ അപകടവും ഉണ്ടാകും, ഉപകാരവും ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സംഗതി സ്വന്തമാക്കുക, എന്നിട്ട് അപകടമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുക. അതാണ് വേണ്ടത്. തീ എന്ന് പറയുന്ന അവസ്ഥ, തീ കൊണ്ട് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടറാണ്, ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുക? അത് ഉപകാരമുള്ള രീതിയിൽ ഉപയോഗിക്കുക, ഉപദ്രവമില്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കുക. അതാണ് വേണ്ടത്. ഇപ്പൊ സഈദ് ബിൻ മുസയ്യിബ് പറയാൻ മരിക്കാൻ കിടക്കുമ്പോൾ, അല്ലാഹുവേ ഞാനിതാ കുറെ സ്വത്തുവകകൾ, സമ്പത്ത്, ദീനാറുകൾ, സ്വർണ്ണനാണയങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് മരിക്കുന്നത്. പക്ഷേ ഇന്നക തഅലമു അന്നീ ലം അജ്മഅഹാ, ഞാനിത് സമ്പാദിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാം. ഇല്ലാ ലിഅസൂന ബിഹാ ദീനി, എന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ദീൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണമില്ലെങ്കിൽ ആളുകളോട് ചോദിക്കേണ്ടി വരും, അത് ഹറാമാണ്. അതുപോലെ തന്നെ കടം വാങ്ങിയാൽ ആ കടം, അതിന്റെ പേരിൽ കളവ് പറയേണ്ടി വരും. കടക്കാരായിട്ടുള്ള ബാധ്യതയുള്ള ആളുകൾ പിന്നെ അത് ആവശ്യപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ കളവുകൾ പറയേണ്ടി വരും. ഹറാമായ മാർഗങ്ങളോട് സമ്പാദിക്കാൻ സാധ്യതയുണ്ട്, കടം വീട്ടാൻ വേണ്ടിയും ഈ ദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടിയും. അപ്പൊ ഇങ്ങനെ എന്റെ ദീൻ അപകടത്തിനാകുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സമ്പാദിച്ചത്. വാസില ബിഹാ റഹിമി, എന്റെ കുടുംബ ബന്ധങ്ങൾ, എന്റെ രക്തബന്ധുക്കളുമായുള്ള ആ ബന്ധം ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ സമ്പാദിച്ചത്. വാഖുഫ ബിഹാ വജ്ഹി, എന്റെ മുഖത്തെ സംരക്ഷിക്കാൻ വേണ്ടി, എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി. വാഖ്ലിയ ബിഹാ ദൈനി, കടം വീട്ടാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ സമ്പാദിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ലാ ഖൈറ ഫീമൻ ലാ യജ്മഉൽ മാല ലിയകുഫ ബിഹി വജ്ഹു വയസ്ല ബിഹി റഹിമ വയഖ്ലിയ ബിഹി ദൈന വയസ്ല ബിഹി ദീന. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ എന്തിനാണോ ഞാൻ സമ്പാദിച്ചത്, ഇതിനൊക്കെ വേണ്ടി ആരാണോ സമ്പാദിക്കാത്തത് അവന് യാതൊരു ഖൈറുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അപ്പൊ സമ്പാദിക്കാതിരിക്കുക എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളാണ് അത്തരം ലക്ഷ്യങ്ങൾ. عن عبدة القرشي رحمه الله قال رؤي في يد سفيان الثوري دنانير. സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാ അദ്ദേഹം എല്ലാവർക്കും അറിയപ്പെട്ട സാഹിദായിരുന്നു. അദ്ദേഹം സുഹൃദ് കൊണ്ട് അറിയപ്പെട്ടാണ്. അതുകൊണ്ട് ദുനിയാവിനോട് യാതൊരു താല്പര്യമില്ലാത്തയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ ദീനാറുകൾ കണ്ടു. ഫഖീറു ലഹു ബിദാലിക. ആരോ ചോദിച്ചു, നിങ്ങളിങ്ങനെ വലിയ സാഹിദാണെന്ന് പറയപ്പെടുന്ന ആളാണല്ലോ, എന്തിനാണ് ഈ ദീനാർ? ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. ഇന്നത്തെ അളവിൽ ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 4.25 ഗ്രാം സ്വർണം, അരപ്പവൻ സ്വർണമാണ് ദീനാർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദനാനീർ കുറെ ദീനാറുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടു. അദ്ദേഹം ലൗല ഹാദിഹി, ഈ ദീനാറിന്റെ കയ്യിലില്ലെങ്കിൽ ലതമന്ദല ബിനാ ഹൗലാ, ഈ ആളുകൾ നമ്മെ ഒരു മിന്തിയിലായിട്ട് ടിഷ്യൂ ആയിട്ട് ഉപയോഗിക്കും. എന്താണ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അവരെ മുഖത്തുള്ള മാലിന്യങ്ങളൊക്കെ തുടച്ചു നീക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതുപോലെ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഇൽമുള്ളയാളാണ് സുഫിയാൻ അസ്-സൗരി. അപ്പൊ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പത്ത് കൊടുക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ മിണ്ടാതിരിക്കാനും എങ്ങനെ അവരെ അടിമയാക്കി മാറ്റും. അതുകൊണ്ട് എനിക്ക് എന്റെ ദീൻ സംരക്ഷിക്കാൻ ഈ ദീനാർ വേണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഖാല സുഫിയാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞു, മൻ കാന മഅഹു ഷൈഉൻ ഫഖദിറ അൻ യജ്അലഹു ഫി ഖർനി തൗരിൻ ഫൽയഫ്അൽ. ഞാൻ പറയാം, ആരുടെയെങ്കിലും കയ്യിൽ പണമുണ്ടെങ്കിൽ അവൻ ഒരു കാളയുടെ കൊമ്പിലെങ്കിലും, എന്താണ് കാളയുടെ കൊമ്പ് എന്ന് പറഞ്ഞാൽ, അവന് ഈ സ്വത്ത് സമ്പത്ത് എടുത്തു വെക്കാൻ ഒരു സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാളക്കൊമ്പ് പൊട്ടിച്ചെടുത്തിട്ട് അതിന്റെ ഉള്ളിലെങ്കിലും നിറച്ച് അവന്റെ ഈ സ്വത്ത് അവൻ എടുത്തു വെച്ചുകൊള്ളട്ടെ. ഉദ്ദേശിക്കുന്നത് പണം മുഴുവനായി ചെലവഴിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന്. കാരണം എന്താണ്? ഫഇന്ന ഹാദാ സമാൻ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലം, അദ്ദേഹം ജീവിക്കുന്ന കാലം ഏതാണ്? സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് സുഫിയാൻ ഇബ്നു ഉയൈന. സുഫിയാൻ ഇബ്നു ഉയൈനയുടെ ശിഷ്യന്മാരാണ് ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്. ഇമാമിങ്ങളുടെ ഇമാമാണ് അദ്ദേഹം. ഇത്രയും വലിയ ഇമാമാണ്. അന്നത്തെ കാലത്താണ് താബിഈങ്ങളുടെ കാലത്താണ് അദ്ദേഹം പറയുന്നത്. ഈ കാലം എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ കാലം പോലെയല്ല. സഹാബത്ത് സമ്പാദിക്കുന്നതിലൊക്കെ കുറച്ച് പിറകിലായിരുന്നു പലരും. അവരും പണക്കാരുണ്ടായിരുന്നു, പക്ഷെ പലരും സമ്പാദ്യം കുറവായിരുന്നു. കാരണം അവർ ആഖിറത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അത് ഇക്കാലത്ത് സാധ്യമല്ല. കാരണം ഈ കാലത്തിന്റെ പ്രത്യേകത ഇക്കാലഘട്ടത്തിൽ ആർക്കെങ്കിലും സമ്പത്തില്ലാത്ത അവസ്ഥ വന്നാൽ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? സഹാബത്തിന്റെ കാലത്താണെങ്കിൽ ആർക്കെങ്കിലും ദാരിദ്ര്യം ബാധിച്ചാൽ സഹാബത്ത് സഹായിക്കും, മറ്റു സഹാബിമാരെ സഹായിക്കും. ഇതാ എന്റെ സ്വത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു സഹാബി ഓഫർ ചെയ്ത് നമുക്കറിയാം. അങ്ങനെയൊക്കെ അവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്താലോ അവര് എന്തെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യുമോ ഈ വാങ്ങിയ മിസ്കീനെ? ഒരിക്കലുമില്ല. നമുക്കറിയാം സഹാബത്തിന്റെ സംഭവങ്ങൾ. അപ്പൊ പണത്തിന്റെ ഒരു കുറവുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആരെങ്കിലും ദരിദ്രനായി പോയാലും അത് പരിഹരിക്കപ്പെടും, യാതൊരു കുറവും കുഴപ്പമില്ലാത്തൊരു ബുദ്ധി. എന്നാൽ ഇന്ന് ജനങ്ങളോട് ആവശ്യക്കാരനായി മാറിയാൽ കാന ഔവലമായ ദീനുഹു, അവൻ ആദ്യം കൊടുക്കേണ്ടി വരെ അവന്റെ ദീനായിരിക്കും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ദീനിൽ ഉറച്ചു നിൽക്കാൻ പണം വേണം എന്നാണ് സുഫിയാൻ അസ്-സൗരി അന്ന് താബിഈങ്ങളുടെ കാലത്ത് പറയുന്നത്. ഇക്കാലത്താണെങ്കിലും അന്ന് താബിഈങ്ങളുടെ കാലം മുസ്ലിം രാജ്യമാണ്, ഇസ്ലാമിക ഭരണമാണ്. അത്തരം സാഹചര്യത്തിലാണ് പറയുന്നത്. ഇന്നാണെങ്കിലും ഇദ്ദേഹം ദീൻ എടുത്തു കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് ഫത്വയെ കുറിച്ചും ദീൻ പഠിപ്പിക്കുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് ചിലപ്പോൾ ദീനും മുഴുവൻ കൊടുത്ത് കാഫിറായി പോകേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമ്പാദിക്കുക എന്ന് പറയുന്നത് ആവശ്യം തന്നെയാണ്. ഖാല അക്സം ഇബ്നു സൈഫി റഹിമഹുല്ലാഹ്, അക്സം ഇബ്നു സൈഫി എന്ന് പറയുന്ന സ്ഥലത്തിൽപ്പെട്ട മഹാൻ അദ്ദേഹം പറഞ്ഞു, അക്രിമു അൽ ഇബ്ൻ, നിങ്ങൾ ഒട്ടകത്തെ സൂക്ഷിക്കുക, അതിനെ വളർത്തുക എന്ന് പറഞ്ഞു. ഒട്ടകം എന്ന് പറഞ്ഞാൽ അറബികൾക്ക് വളരെ വിലപിടിപ്പുള്ള സ്വത്താണ്. ഇന്ന് ഒട്ടകത്തിന്റെ സ്ഥാനത്ത് എന്താണ്? കാറാണ് ഒട്ടകത്തിന്റെ സ്ഥാനത്തുള്ളത്. അതിലും വലുതാണ് ഒട്ടകം. കാരണം കാറ് യാത്രക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അവർക്ക് യാത്രക്കും വേറെ പല ഉപയോഗങ്ങളുമുണ്ട് ഒട്ടകത്തുകൊണ്ട്. ഇന്നും നമുക്കറിയാം ഒട്ടകത്തിന് ഭയങ്കര വിലയുണ്ട്. ഈ വാഹനങ്ങളെക്കാളും വിലയുണ്ട് ഒട്ടകത്തിന്. ഒരു കാറിനേക്കാളും വിലയുണ്ട് ഒട്ടകത്തിന്. അദ്ദേഹം പറയാണ്, നിങ്ങൾ ധാരാളമായി ഒട്ടകത്തെ വാങ്ങിക്കൊള്ളുക, വളർത്തിക്കൊള്ളുക, അതിനെ സൂക്ഷിച്ചുകൊള്ളുക. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം പറയാണ്, ഫഇന്നഹ മഹറുൽ കരീമ, അത് മാന്യയായ സ്ത്രീക്കുള്ള മഹറാണ്. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണം, അതിന്റെ കയ്യിൽ പണം വേണം. അപ്പൊ അന്ന് നല്ല കുടുംബത്തിൽ ജനിച്ച കരീമത്തായിട്ടുള്ള മാന്യന്മാരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കണമെങ്കിൽ നല്ല മഹർ കൊടുക്കേണ്ടി വരും. അതിന് ഒട്ടകത്തിനെ വളർത്തണം. പൈസ ഇല്ലാത്തവരാണെങ്കിലോ മിസ്കീനാണെങ്കിലോ അവൻ ചിലപ്പോൾ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടി വരും. അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളതാണ്. എല്ലാ സുഹൃത്ത് നിസാരി പറഞ്ഞ എന്താണ്?
ഇല്ലാ മിൻ ഖശിയൽ അനത മിൻകും, വ്യഭിചാരത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് പേടിയുള്ളവർ മാത്രം. കാരണം അടിമകളുടെ സ്വഭാവം പൊതുവെ മോശമേ, അപ്പൊ നിരുത്സാഹപ്പെടുത്തി. മക്രൂഹാണ് അടിമ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ല ദീനുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ഇത് വേണം. റഖൂഉദ്ദം എന്ന് പറഞ്ഞാൽ രക്തം കട്ടപിടിപ്പിക്കുന്നതാണ് ഒട്ടകം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലപാതകത്തിന് ഇസ്ലാമിൽ നഷ്ടപരിഹാരം കൊടുക്കണം, ദിയ കൊടുക്കണം. ദിയ എന്ന് പറയുന്നത് ഒട്ടകമാണ്. 100 ഒട്ടകമാണ് ഒരു മനുഷ്യനെ കൊന്നാലുള്ള നഷ്ടപരിഹാരം. അല്ലെ, കൊലപാതകം ഇസ്ലാം അങ്ങേയറ്റം വിലക്കിയിട്ടുള്ള, ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാപമാണ്. അങ്ങനെ കൊലപാതകം അബദ്ധത്തിൽ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ശൈത്താൻ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നിട്ട് അവൻ തൗബ ചെയ്താൽ വധശിക്ഷ നിർത്തലാക്കാൻ ഈ മരിച്ചവന്റെ കുടുംബക്കാർ തൃപ്തിപ്പെട്ടാൽ എന്ത് ചെയ്താൽ മതി? നഷ്ടപരിഹാരം കൊടുത്താൽ മതി. ഈ നഷ്ടപരിഹാരം എന്താ? 100 ഒട്ടകം. ഇന്നത്തെ കണക്കിൽ പറഞ്ഞ 100 കാറ് കൊടുക്കണം. അതിന് വേണ്ടേ? ചിലപ്പോൾ നമ്മൾ തന്നെ കൊന്നോളണമെന്നില്ല, നമ്മുടെ കുടുംബത്തിലൊരാൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെട്ടാലോ. അപ്പൊ ഈ നഷ്ടപരിഹാരം കൊടുത്ത് ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? തിരിച്ച് നിൽക്കാത്ത യുദ്ധങ്ങളായിരിക്കും, രക്തം ചിന്തിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരാളെ കൊന്നു അവൻ തിരിച്ച് വേറെ നിരപരാധിയെ കൊല്ലും, അങ്ങനെ തിരിച്ചത് പരിഹാരം ചെയ്യും. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ അവസാനിക്കാത്ത കുഴപ്പങ്ങളായി മാറും. അപ്പൊ അതൊക്കെ അവസാനിപ്പിക്കാനുള്ള മാർഗമാണ് ഒട്ടകം എന്ന് പറയുന്നത്. 100 ഒട്ടകത്തെ കൊണ്ട് പ്രശ്നം തീർന്നു. വസൂഫുൽ ബർ, അത് കരയിലെ കപ്പലാണ്, മരുഭൂമിയിലെ കപ്പലാണ്. നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്ന വാക്കാണ് ഒട്ടകത്തിനെ പറ്റി പറയാം. മരുഭൂമിയിലെ കപ്പലാണ് എന്ന് പറഞ്ഞാൽ യാത്രക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. കാല മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുല്ലാ. മുഹമ്മദ് ബിൻ സിരീൻ എന്ന് പറയുന്നത് അദ്ദേഹം താബിഈയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്, ഇമാമാണ്. അദ്ദേഹം പറയുകയാണ്, നഖ്ദു ദറാഹിം യുദ്ദിബുൽ ഹം, പണം എണ്ണുക എന്നുള്ളത് മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന, മനപ്രയാസങ്ങൾ മറക്കാനുള്ള മാർഗമാണ് എന്ന്. കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എണ്ണീട്ട് ഫഖർ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എനിക്ക് ആവശ്യത്തിന് പണം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ കടത്തെക്കുറിച്ചും മറ്റൊക്കെയുള്ള പേടി അതൊക്കെ മാറി സമാധാനം ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കുക എന്നുള്ളത് അത് മനസ്സമാധാനം ഉണ്ടാക്കാനുള്ള മാർഗം തന്നെയാണ്. നമുക്കറിയാം, ശമ്പളം വാങ്ങുന്ന ആളുകൾക്കറിയാം, ശമ്പളം കിട്ടുന്നത് റാഹത്തുള്ള സമാധാനമുള്ള സന്ദർഭമാണ്. قال سفيان الثوري رحمه الله, സുഫിയാൻ അസ്സൗരി പറഞ്ഞു, കുൽനാ നക്റഹുൽ മാല ലിൽ മുഅ്മിൻ, നോക്കൂ നിങ്ങൾ, ഞങ്ങൾ ഒരു മുഅ്മിന് സമ്പത്ത് ഉണ്ടാക്കുന്നത് വെറുക്കുമായിരുന്നു. അപ്പോൾ സഹാബത്തിന്റെ കാലത്ത് കുറച്ചധികം സമ്പാദിക്കുന്നതിനെ അവർ ഉത്സാഹപ്പെടുത്തി. സമ്പാദിക്കുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യവുമാണ്. എന്നാൽ അതേസമയം അത് നന്ദികേട് കാണിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്ത് സഹാബത്തിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പരസ്പര വൈരുദ്ധ്യമല്ല. പ്രോത്സാഹിപ്പിക്കുന്നത് ഒരർത്ഥത്തിലും നിരുത്സാഹപ്പെടുന്നത് മറ്റൊരർത്ഥത്തിലുമാണ്. നിങ്ങൾ സമ്പാദിക്കൂ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സമ്പാദിച്ചിട്ട് ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കൂ, നന്ദി കാണിക്കൂ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ നന്ദികേട് കാണിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സുഫിയാൻ അസ്സൗരി പറയുകയാണ്, പക്ഷെ മുൻഗാമികൾ കൂടുതലും നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മല്യവും, പക്ഷെ ഇന്നോ ഫനിഅ്മത്തുർസ്, എത്ര നല്ല പരിചയമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അൽമാലു ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് എത്ര നല്ല പരിചയമാണ് പണം എന്ന് പറയുന്നത്. പണമുണ്ടെങ്കിൽ ആളുകൾ നമ്മോട് പല കാര്യത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യും. നമ്മുടെ ദീനിനെ ചോദ്യം ചെയ്യുന്ന, ദീനിന്റെ പേര് നമുക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളിലും പണം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. عن محمد بن السوق رحمه الله قال سأل رجل سعيد بن جبير عن نهي النبي صلى الله عليه وسلم عن إضاعة المال. പണം പാഴാക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടല്ലോ. ഇന്നല്ലാഹ യക്റഹു ലക്കും സലാസ, അല്ലാഹു 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വെറുക്കുന്നു. അതിലൊരു കാര്യം പറഞ്ഞത് ഇദാഅത്തുൽ മാൽ, പണം പാഴാക്കുക എന്നുള്ളതാണ്. ഇക്കാര്യം വളരെ പ്രധാനമാണ്. സമ്പത്ത് പാഴാക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതാണ്. അതെത്ര ചെറുതാണെങ്കിൽ അത് കുട്ടികളൊക്കെ ശീലിപ്പിക്കണം. സാധാരണ കച്ചവടക്കാർക്കിടയിൽ ഒരു കാഴ്ച അവർ പറയാറുണ്ട്. എന്താണ്? ബിസിനസ് പഠിപ്പിക്കുന്ന ആളുകൾക്ക് പറയാറുണ്ട്, ഒരു നാണയത്തിന് വിലയില്ലാത്തവൻ സമ്പത്ത് സമ്പാദിക്കുകയില്ല. ഏറ്റവും ചെറിയ പണം, 1 രൂപക്ക് വിലയില്ലാത്തവൻ ഒരിക്കലും സമ്പാദിക്കാൻ സാധിക്കുകയില്ല. വലിയ വലിയ പണക്കാർ കാണാം, അവർ ചെറിയ തുകകൾ സൂക്ഷിച്ചാണ് ചെലവഴിക്കുക. കാരണം ചെറിയ പണം, ചെറിയ തുക പാഴാക്കാൻ ശീലിച്ചവൻ വലുത് പിന്നീട് പാഴാക്കും, അവർ ശ്രദ്ധയുണ്ടാവുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിലക്കിയിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, قال هو أن يرزقك الله رزقا حلالا ثم يرزقه فيما حرم الله عليه. അദ്ദേഹം പണം പാഴാക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അള്ളാഹു നിനക്ക് ഹലാലായ സ്വത്ത് തന്നിട്ട് നീ അത് ഹറാമായ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. അപ്പൊ പണം പാഴാക്കുന്നത് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഹറാമിന് വേണ്ടി ചെലവഴിക്കുക, രണ്ടാമത്തേത് ഹലാലായ കാര്യത്തിൽ തന്നെ അനാവശ്യമായി പരിധി വിട്ട് ചെലവഴിക്കുക. ഇത് രണ്ടും വിലക്കപ്പെട്ടതാണ്. അത് ഏറ്റവും മോശം ഏതാണ്? ഹറാമിൽ ചെലവഴിക്കുന്നതാണ് കൂടുതൽ മോശമായിട്ടുള്ളത്, അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന്
വലിയ സമ്പന്നനായ ഒരാളുണ്ട്. അയാള് ധൂർത്തടിക്കുന്നു, ആവശ്യമില്ലാതെ വീട്ടിലൊരു 4 കാർ. ഇത് പണം പാഴാക്കലാണ്. ഒരു കാർ മതിയാകുമെങ്കിൽ ബാക്കിയുള്ളത് വെറുതെയാണ്, പാഴാക്കലാണ്. ആവശ്യമുണ്ടെങ്കിൽ ആവാം. ഇപ്പുറത്ത് ഒരു ഫക്കീർ, മിസ്കീനായ മനുഷ്യൻ, അവന് മദ്യപാനിയാണ്, കള്ളു കുടിക്കുന്നു. ദിവസം വളരെ ചെറിയ പണമാണ് സമ്പാദിക്കുന്നത്. എന്നിട്ട് അവന് ഏറ്റവും വില കുറഞ്ഞ എവിടെയാണ് ഓഫർ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് കള്ളു പോയി വാങ്ങുന്നു എന്ന് വിചാരിക്കും. വളരെ സൂക്ഷിച്ചാണ് ചെലവഴിക്കുന്നത്. ഇതിലാരാണ് കൂടുതൽ മോശം? ഈ കുടിയനാണ്, ഹറാം ചെയ്തവനാണ്. അവനേക്കാൾ എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഇയാൾ അനാവശ്യമായിട്ട് കാർ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇതിൽ രണ്ടുപേരും ചെയ്ത തെറ്റാണെങ്കിലും വലിയ തെറ്റ് ഹറാം ചെയ്തവനാണ്. അപ്പൊ പണം പാഴാക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെറ്റ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഹറാമിന്റെ കാര്യമാണ്. قال الأسمعي رحمه الله بلغني عن ابن عون عبد الله بن عون رحمه الله تابعي അദ്ദേഹം പറഞ്ഞു كتب الحسن إلى الحسين حسن ابن علي رضي الله عنه حسين ابن علي رضي الله عنه കത്ത് എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളാണ് രണ്ടുപേരും. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കത്ത് എഴുതി മാ യഈബു അലൈഹി ഇഅ്താഉ ശുഅറാ, കവികൾക്ക് പണം കൊടുക്കുന്നത് കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ ഇബ്നു അലി കവികൾക്ക് പണം കൊടുക്കുമായിരുന്നു. അപ്പൊ ഹസൻ സഹോദരനാണ്, അദ്ദേഹം പറഞ്ഞു ഇത് ശരിയല്ല, എന്തിനാണ് വെറുതെ പണം കളയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു. ഫഖാല ഹുസൈൻ, അബു ഹുസൈൻ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ച് മറുപടി എഴുതി ഇന്ന ഖൈറൽ മാൽ, ഏറ്റവും നല്ല പണം എന്ന് പറയുന്നത് മാ ഊഖിയ ബിഹിൽ ഇർം, അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതാണ്. അപ്പൊ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ച് ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാവൂ എന്നല്ല. അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ധാരാളമായി ഒരു രാജാവ് കവികൾക്ക് ലക്ഷക്കണക്കിന് കൊടുത്തു. കവികൾ അദ്ദേഹത്തിന്റെ സദസ്സിൽ വന്നപ്പോൾ ഒരു കവിക്ക് ഇത്ര കൊടുത്തു, മറ്റൊരു ഇത്ര കൊടുത്തു. എന്താണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം? പണ്ട് കാലത്ത് മീഡിയ എന്ന് പറയുന്നത്, ഇന്നത്തെ മീഡിയ എന്ന് പറയുന്നത് കവികളാണ്. വേറെ യാതൊരു മാധ്യമങ്ങളുമില്ല, പത്രമില്ല, TV ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല. അന്നുള്ളത് കവികളാണ്. ഈ കവികളാണെന്ന് ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നത്, പൊതുബോധം രൂപീകരിക്കുന്നത്. ഈ കവി ഒരാൾ പുകഴ്ത്തിയാൽ അവൻ മഹാനായിരിക്കും, ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതിയാൽ അവന്റെ കഥ കഴിഞ്ഞു. അങ്ങനെയാണ് പണ്ടത്തെ അവസ്ഥ. രാജാക്കന്മാരെന്ത് ചെയ്യും? കവികൾ കൊടുത്തുകൊണ്ടിരുന്നു, ഇവര് പുകഴ്ത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവര് ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കവികൾക്ക് കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്, എന്തിനാണ് കൊടുക്കുന്നത്? പണം ഇസ്റാഫല്ലേ എന്ന് ചോദിച്ചപ്പോൾ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന്. അപ്പൊ ഇത് ഇന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെ, അപമാനിക്കുന്ന ആളുകളെ എന്തെങ്കിലും കൊടുത്ത് അവർ വായടപ്പിച്ചാൽ അത് ഇസ്റാഫല്ല, നല്ല കാര്യമാണ്. നമ്മൾ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. عن الحسن البصري رحمه الله قال إن المؤمن أخذ عن الله أدبا حسنا. ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് നല്ല അദബുള്ളവനാണ്. അവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഇദാ വസ്സഅ അലൈഹി വസ്സഅ, അല്ലാഹു അവന് വിശാലത കൊടുത്താൽ അവൻ വിശാലത കാണിക്കും. നല്ല സമ്പത്തുള്ള അവസ്ഥയിൽ മിസ്കീനെ പോലെ ജീവിക്കേണ്ടതില്ല. വഇദാ അഖ്തറ അലൈഹി ഖതർ, അല്ലാഹു അവന് കൊടുക്കുന്നത് കുറച്ചാൽ അവനും ചെലവഴിക്കുന്നത് കുറക്കും. ഇത് ഒരു മുഅ്മിന്റെ സ്വഭാവമായിരിക്കും എന്ന് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു. عن الأسمع عن أبيه قال كان يقال حسن النقد يطرح نصف النفقة. മുൻഗാമിയായ അദ്ദേഹം പറയുകയാണ് ഹുസ്നുൻ നഖദ്. നഖദ് എന്ന് പറഞ്ഞാൽ നാണയങ്ങൾ പരിശോധിക്കുക. പണ്ട് കാലത്ത് നമുക്കറിയാം, ഇന്നത്തെ പോലെ കറൻസി അല്ല, സ്വർണ്ണവും വെള്ളിയാണ് നാണയം. അപ്പൊ ഈ നാണയം അതിൽ നല്ലതും അതുപോലെ തന്നെ കൃത്രിമമുള്ള നാണയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നാണയങ്ങൾ പരിശോധിക്കും. ഇടപാട് നടത്തുമ്പോൾ, ഒരു കച്ചവടം നടത്തുമ്പോൾ നാണയം പരിശോധിക്കാനുള്ള ഒരാളെ കൂടി കൂടെ കൊണ്ടുപോകും. എന്നിട്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് ഹുസ്നുൻ നഖദ്, ഈ പരിശോധന എന്നുള്ളത്, സ്വർണ്ണ നാണയവും വെള്ളി നാണയവും പരിശോധിക്കുക എന്നുള്ളത്, നന്നായി പരിശോധിക്കുക എന്നുള്ളത് യത്റഹു നിസ്ഫൻ നഫഖ, നമ്മുടെ ചെലവ് പകുതി കുറച്ചു തരും. കാരണം ഇങ്ങനെ നോക്കാതെ കാണുന്നൊക്കെ വാരിക്കൂട്ടിയാൽ എന്ത് ചെയ്യും? അവസാനം നല്ലത് ചീത്തയൊക്കെ ഉണ്ടാവും. അത് ശരിക്കും നോക്കിയിട്ട് മാത്രം വാങ്ങിയാൽ അവന്റെ സാമ്പത്തിക ചെലവുകൾ പകുതി അവന് കുറക്കാൻ പറ്റും. വൽ ഇസ്ലാഹു അഹദുൽ കാസിബൈൻ, ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് പണം ചെലവഴിക്കുക എന്നുള്ളത്. സൂക്ഷിച്ച് പണം ചെലവഴിക്കുക എന്നുള്ളത് ഒരു വരുമാന മാർഗമാകുന്നു എന്ന് പറഞ്ഞാൽ അവന് കൂടുതൽ വരുമാനം ഉണ്ടായതുപോലെ ഉണ്ടാകും. ചെലവഴിക്കുന്നത് കുറച്ച് കുറച്ചാൽ അവന് പുതിയൊരു വരുമാന മാർഗം കിട്ടിയതുപോലെ ആയിരിക്കും, അവന്റെ സമ്പത്ത് കൂടുമെന്നർത്ഥം. قالت امرأة عبد الله بن مسعود رضي الله عنه
അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ അദ്ദേഹത്തെ ഒരിക്കൽ പറഞ്ഞു, ഉഖ്സുനി ജിൽബാബ, എനിക്കൊരു ജിൽബാബ് വേണം. ജിൽബാബ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം. അവർ വീട്ടിൽ അവർക്ക് എന്ത് വസ്ത്രവും ധരിക്കാം. അവരുടെ മഹ്റമുകളുടെ മുന്നിൽ ഔറത്ത് കൂടുതൽ വെളിവാക്കുന്ന, പിന്നെ കൂടുതൽ മോശമായ വസ്ത്രമല്ലാത്ത രീതിയിൽ അവർക്ക് മാന്യമായ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. പക്ഷെ പുറത്തു പോകുമ്പോൾ ശരീരം മുഴുവൻ മറയുന്ന ജിൽബാബ് ധരിക്കണം. അപ്പൊ ഇവരുടെ ഭാര്യ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ അങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഫാക്കി അൽ ജിൽബാബ് അല്ലദീ ജൽബബക അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല നിനക്ക് തന്ന ഒരു ജിൽബാബ് ഉണ്ട്, അത് മതി. ബൈത്തുക്ക്, നിന്റെ വീടാണ്. അപ്പൊ സ്ത്രീകൾക്ക് അവരുടെ അടിസ്ഥാനം, സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. അത് യാതൊരു കുറവുമില്ല. ആവശ്യത്തിന് പുറത്തിറങ്ങാം. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് എന്താണ്? ഒരു ആവശ്യത്തിനുള്ള വസ്ത്രം ഉണ്ടായിരിക്കാം, ഒന്ന് കൂടുതൽ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുറത്തിറങ്ങുന്നത് കുറച്ചാൽ എന്ത് ചെയ്യാം, ചെലവ് കുറക്കാം, അള്ളാഹു തന്ന ജിൽബാബുണ്ട്, വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം തീരെ വസ്ത്രം വാങ്ങി കൊടുത്തിട്ടില്ല എന്നല്ല, സഹാബിയാണ്, അദ്ദേഹം വാങ്ങി കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയാൽ പല കാര്യങ്ങളും ചെലവ് കുറക്കാൻ സഹായിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊരിക്കലും സ്ത്രീകൾ അടിച്ചമർത്തലല്ല. ചില ആൾക്കാർ അവരുടെ ഫിത്രത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരെങ്ങനെയായിരുന്നു? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്ത്രീകൾ ജോലി ചെയ്യുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. അവർ വീട്ടിലായിരുന്നു. നമ്മുടെ അയൽവാസികളായ എല്ലാ മതക്കാരായ സ്ത്രീകളും വീട്ടിലായിരുന്നു. പുരുഷന്മാർ ജോലി ചെയ്യുന്നു, സ്ത്രീകൾ വീട്ടിലിരുന്ന് അവരുടെ ജോലികൾ ചെയ്യുന്നു. ഇതാണ് മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാം മുതൽ നമ്മളെ ചെറുപ്പകാലം വരെ ചെയ്തിട്ടുള്ളത്. അത് മാറുന്നത്, അതാണ് തെറ്റ്. അല്ലെ, അപ്പൊ പറയും സ്ത്രീകൾ എന്താ അടിമകളാണോ? കാരണം അടിമകളാണല്ലോ വീട്ടിൽ ജോലി ചെയ്യുന്നത്, വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ അലക്കുന്നതും തുടക്കുന്നതും ഒക്കെ വേലക്കാർ ചെയ്യുന്ന പണികളാണല്ലോ. ഇതാണോ സ്ത്രീകളുടെ കാര്യം? ശരി, വീട്ടിൽ നിന്ന് കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടിരുന്ന ആരാണ്? കാർ ഓടിക്കുന്നത് ആരാണ്? വേലക്കാരാണ്. അപ്പൊ പുറത്തുള്ള സാധ്യമാണ് ആണുങ്ങൾ, വീടിനകത്തുള്ള, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഹാദിമിന്റെ പണി പുറത്ത് ആണുങ്ങൾ ചെയ്യുന്നു. അതാണ് കൂടുതൽ പ്രയാസമുള്ള പണികൾ. അതുപോലെ വീടിനകത്തിരുന്ന് പുരുഷന്മാർക്കുള്ള ഖിദ്മത്ത് സ്ത്രീകൾ ചെയ്യുന്നു. രണ്ടുപേരും പരസ്പരം ഖിദ്മത്ത് ചെയ്യുന്നു. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്രേ ഉള്ളൂ, അത് യാതൊരു കുറച്ചിലും ഇല്ല. അയ്യൂബ് റഹിമഹുല്ലാഹ്, അയ്യൂബ് സഖ്തിയാനി താബിഈയാണ്. അദ്ദേഹം പറയുന്നു, കാന അബൂ ഖിലാബ യഅ്മുറുനി. അബൂ ഖിലാബ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇമാമാണ്, താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കാന യഅ്മുറുനി, അദ്ദേഹം എന്നോട് കൽപ്പിക്കാറുണ്ടായിരുന്നു, ബിലുസൂമി സൂഖ് വസ്സൻഅ, അങ്ങാടിയിൽ ഉറച്ചു നിൽക്കാൻ. ലുസൂമി സൂഖ്, അങ്ങാടിയെ, മാർക്കറ്റ് മുറുകെ പിടിക്കാൻ അദ്ദേഹം എന്നോട് പറയുന്നത്. എന്നും മാർക്കറ്റിൽ പോകണം, കച്ചവടം ചെയ്യണം എന്നോട് പറയുന്നത്. നമുക്ക് ഈ ഇമാമിങ്ങളെ കുറിച്ചൊക്കെയുള്ള സങ്കല്പം ചിലപ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ കരുതുന്നത് പലപ്പോഴും ഈ ഇമാമിങ്ങളൊക്കെ അവര് 24 മണിക്കൂറും പള്ളിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും എന്നായിരിക്കും. അങ്ങനല്ല. ഇദ്ദേഹം പറയുന്നത് ശിഷ്യനായ അയ്യൂബ് സഖ്തിയാനി, ഈ രണ്ടുപേരും താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് ഇമാമിങ്ങളാണ്. അവർ തമ്മിൽ ഉപദേശിക്കാൻ, ബിലുസൂമി സൂഖ്, മാർക്കറ്റ് വിട്ടുപോകരുത് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. അതിനർത്ഥം പള്ളിയിൽ ഇബാദത്തുമായിരിക്കുന്നത് മോശമാണെന്നല്ല. പള്ളിയിൽ ഇബാദത്ത് ചെയ്യണം, അതുപോലെ സമ്പാദിക്കുകയും വേണം. രണ്ടും അമ്പിയാക്കൾ ചെയ്തിട്ടുള്ളതാണ്. യംശൂന ഫിൽ അസ്വാഖ്, അങ്ങാടിലൂടെ നടക്കുമായിരുന്നു എന്നാണ് അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ വലിയവരാണ് നമ്മൾ. ഇമാമിങ്ങൾ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊക്കെയുള്ള ചിത്രം എന്തായിരുന്നു? അദ്ദേഹം പള്ളിയിലിരുന്ന് ഹദീസ് പഠിപ്പിക്കുന്ന, ഫിഖ് പഠിപ്പിക്കുന്ന കാര്യം മാത്രമായിട്ട് നമ്മൾ ഓർമ്മയിൽ മനസ്സിലുണ്ടാകും. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഹല്ലാൽ എന്ന് പറയുന്ന ഇമാം ഹല്ലാൽ റഹിമഹുല്ലാഹ് പറയുന്നു. ഇമാം ഹല്ലാലിന്റെ ഒരു കിതാബുണ്ട്, അൽ ഹസ്സു അല തിജാറ എന്ന് പറയുന്നത്, കച്ചവടം ചെയ്യാനുള്ള പ്രോത്സാഹനം എന്നാണ് കിതാബിന്റെ പേര്. ആ കിതാബ് മുഴുവൻ അസറുകളാണ്, അധികവും ഇമാം അഹ്മദിന്റെ അസറുകളാണ്. അതിൽ ഹല്ലാൽ ഇമാം അഹ്മദിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കിതാബ് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, കാരണം ഇമാം അഹ്മദിന്റെ ശിഷ്യൻ നേരിട്ട് എഴുതിയതാണ്. അതിൽ ഇമാം അഹ്മദിനെ കുറിച്ച് പറയുന്നത് ഹക്കായിരിക്കും, കാരണം നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇമാം അഹ്മദിന്റെ ജോലി എന്തായിരുന്നു? നമ്മുടെ മനസ്സിലുള്ള ഒരു ജോലി എന്ന് പറയുന്നത് അദ്ദേഹം പള്ളിയിൽ ഇമാമോ ഖത്തീബോ ആയിരിക്കും, അല്ല. അദ്ദേഹം കുറെ വീടുകൾ ഉണ്ടാക്കി വാടക കൊടുക്കുമായിരുന്നു. അതായിരുന്നു ഇമാം അഹ്മദിന്റെ വരുമാന മാർഗം. ഈ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിനുവേണ്ടി, അത് ശരിയാക്കാൻ വേണ്ടി കഴുത്തിൽ കോടാലിയും വെച്ച് ഇമാം അഹ്മദ് നടന്നു പോകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്. അപ്പൊ ഇദ്ദേഹം, ഇമാം അബൂ ഖിലാബ പറയുന്നത് ഇത് തന്നെയാണ്, ലുസൂമി സൂഖ് വസ്സൻഅ, നീ മാർക്കറ്റിൽ ഉറച്ചു നിൽക്കുക, വസ്സൻഅ, നിന്റെ കച്ചവടം അല്ലെങ്കിൽ നിന്റെ ജോലി അത് നീ കളയരുത്, വെറുതെ വിടരുത് എന്ന്. വയഖൂൽ, എന്ന് അദ്ദേഹം പറയുമായിരുന്നു, കാരണം ഇന്നൽ ഗിന മിനൽ ആഫിയ, സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് ആഫിയത്താണ്, അത് ആശ്വാസമാണ്, പരീക്ഷണങ്ങളില്ലാത്തൊരു അവസ്ഥയാണ് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പൊ നിയ്യത്ത് എന്താണ്?
ദുനിയാവിലെ സുഖങ്ങളിൽ മതിമറക്കുക എന്നുള്ളതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ: നമ്മുടെ അഭിമാനം സംരക്ഷിക്കുക, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക, ഇങ്ങനെയുള്ള നിയത്തുകളാണ് ഉണ്ടാവേണ്ടത്. അനിൽ ഹൈസം ഇബ്നു ജമീൽ റഹിമഹുല്ലാഹ് ഖാല ഖുൽതു ലിബ്നു മുബാറക്, ഇബ്നു മുബാറക്കിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിക്കാം. ഇബ്നു മുബാറക് താബിഈൻ, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ശിഷ്യൻ ചോദിച്ചു, അത്തജ്റു ഫിൽ ബഹർ, ഞാൻ കടലിൽ കച്ചവടത്തിന് പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം മുൻഗാമികൾക്ക് ചിലർക്ക് ഇങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു, കപ്പലിൽ അനാവശ്യമായി യാത്ര ചെയ്യരുത്, കടലിൽ യാത്ര ചെയ്യരുത്. കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അപകടത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് കടൽ എന്ന് പറയുന്നത്. വളരെ അത്യാവശ്യത്തിനല്ലാതെ കടലിൽ യാത്ര ചെയ്യുന്നത് മുൻഗാമികൾ ചിലർ ഓർത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ കച്ചവടം അതിൽ പെടുവോ? ഞാൻ കരയിൽ കച്ചവടം ചെയ്താൽ മതിയല്ലോ. കച്ചവടത്തിന് വേണ്ടി കപ്പൽ യാത്ര ചെയ്യുന്നതിനെ പറ്റുന്ന അഭിപ്രായം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്തജ്ർ ഫിൽ ബർരി വൽ ബഹർ, നീ കരയിലും കടലിലും ഒക്കെ കച്ചവടം ചെയ്തോ. വസ്തഗ്നി ഇന്നാസ്, ജനങ്ങളിൽ നിന്ന് നീ അവരാശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. കടലിൽ പോയിട്ടാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് അദ്ദേഹം തന്റെ ശിഷ്യനോട് പറഞ്ഞു. ഖാല ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഇത്തജറ ഫീ ഷൈഇൻ 3 മർറാത്ത്. ഉമർ റളിയല്ലാഹു അൻഹു സമ്പാദ്യവും കച്ചവടവുമൊക്കെ ബന്ധപ്പെട്ട് ഒരു ഹിക്മത്ത്, ഒരു ഉപദേശം, ദുനിയാവിയായ ഉപദേശം നൽകുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു, മൻ ഇത്തജറ ഫീ ഷൈഇൻ 3 മർറാത്ത്, ആരാണോ ഒരു കച്ചവടം 3 പ്രാവശ്യം ചെയ്തത്, ഒരു കച്ചവടം 3 പ്രാവശ്യം ചെയ്തു, പല ബിൽസുഫി, എന്നിട്ട് അതിൽ വിജയിച്ചിട്ടില്ല, ഫല്യതഹവൽ ഇലാ ഗൈരിഹി, അവൻ വേറെ എന്തെങ്കിലും ജോലി നോക്കട്ടെ എന്ന്. അപ്പൊ അവനവന് കഴിവുള്ള കാര്യങ്ങൾ, അതിലാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്, ദുന്യവിയായ കാര്യങ്ങളിലാണെങ്കിൽ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അർത്ഥം. ഒരു കാര്യം ശ്രമിച്ചു നോക്കി, 3 പ്രാവശ്യം ശ്രമിച്ച് വിജയിച്ചിട്ടില്ലെങ്കിൽ ഫല്യതഹവൽ ഇലാ ഗൈരിഹി, അടുത്ത മാർഗം നോക്കുക. ഖാല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോ കുൻതു ദാജിറൻ മഖ്തർതു അല അത്രി ഷൈഅ, ഞാൻ കച്ചവടം ചെയ്യുമായിരുന്നെങ്കിൽ അത്തർ കച്ചവടം ചെയ്യും, സുഗന്ധദ്രവ്യങ്ങൾ കച്ചവടം ചെയ്യും. ഫൈൻ ഫാതനി റിബ്ഹുഹു മാ ഫാതനി റീഹുഹു, കാരണം ലാഭമില്ലെങ്കിലും അതിന്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സുഗന്ധം, അത്തർ കച്ചവടം ചെയ്യുക എന്നുള്ളത് പല മുൻഗാമികളും ഇഷ്ടപ്പെട്ടിരുന്ന കാര്യമാണ്. دخل ناس من بني أسد على معاوية رضي الله عنه فسألهم عن تجارته. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കുറെ ആളുകൾ വന്നു, ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കച്ചവടം? ഖാലു നബീഉ റഖീഖ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അടിമ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, അടിമകളെ വാങ്ങി വിൽക്കുന്ന ആളുകളാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ബിഅസ തിജാറ, എത്ര മോശമായ കച്ചവടമാണ് എന്ന് പറഞ്ഞു. കാരണം മനുഷ്യനെ വാങ്ങി വിൽക്കുക എന്നുള്ളതാണ്, ഹലാലാണെങ്കിലും അത് ഒരു മോശം ഏർപ്പാടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചില കച്ചവടങ്ങൾ അത് ഹലാലാണെങ്കിലും ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത കച്ചവടങ്ങളുണ്ടാകും. അത് ഹറാമല്ല, പക്ഷെ കച്ചവടം ചെയ്യുമ്പോൾ നല്ല സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുക, ഉയർന്ന ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് മുആവിയ മാത്രമല്ല, സലഫുകൾ പൊതുവെ വെറുത്തിരുന്ന കാര്യമാണ് അടിമ കച്ചവടങ്ങൾ. അതൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. ലമ്മ ഖദിമ മുആവിയ റളിയല്ലാഹു അൻഹു മദീന, നോക്കുക, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിൽ വന്നപ്പോൾ, നമുക്കറിയാം അദ്ദേഹം ഭരിച്ചിരുന്നത് എവിടെയാണ്? കൂഫയിലായിരുന്നു, അല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇന്ന് നമുക്ക് മക്കയും മദീനയുമാണ് ഇസ്ലാമിന്റെ കേന്ദ്രങ്ങൾ. ഈ മക്കയും മദീനയും അല്ലെങ്കിൽ ഹിജാസ് എന്നുള്ളത് ഇസ്ലാമിന്റെ കേന്ദ്രമായി നിലനിൽക്കുക എന്നുള്ളത് ചരിത്രത്തിൽ കുറച്ചു കാലമേ ഉണ്ടായിട്ടുള്ളൂ. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത്, പിന്നെ ഇന്നത്തെ സൗദി ഭരണകൂടത്തിന്റെ കാലത്ത്. അതിനിടയിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെ സംഭവം. 4 ഖലീഫമാര്, 3 പേര് മദീനയിൽ ഭരിച്ചു, 4 പേരും കൂടി 30 വർഷം ഭരിച്ചിട്ടുള്ളൂ. അതിൽ കുറഞ്ഞ കാലം 20 വർഷമായപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നതോടുകൂടി കൂഫയിലേക്ക് മാറി. പിന്നീടുണ്ടായ ഖിലാഫത്തൊക്കെ കൂഫയിലും ബസ്രയിലും ബഗ്ദാദിലും ഒക്കെ ആയിരുന്നു. പിന്നീട് ഈ 300 വർഷം മുമ്പാണ് തിരിച്ച് മക്കയിലേക്കും മദീനത്തേക്കും ഇസ്ലാമിന്റെ ഭരണം വരുന്നത്, ഭരണത്തിന്റെ കേന്ദ്രമായി മാറുന്നത്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരികയാണ് ഷാമിൽ നിന്ന്. അങ്ങനെ യഹൂദിയൻ, ഒരു യഹൂദിയെ കണ്ടുമുട്ടി. അങ്ങനെ ഈ യഹൂദിയുടെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലം വാങ്ങാൻ വേണ്ടി വിലപേശി. 500,000 ദിർഹം, 5 ലക്ഷത്തിന് അവർ ഉറപ്പിച്ചു. 5 ലക്ഷം വരെ എത്തി വിലപേശിച്ചു. യഹൂദി 6 ലക്ഷമാണ് ചോദിക്കുന്നത്, 6 ലക്ഷം ചോദിക്കുന്നു. കൂടുതൽ ചോദിച്ചു, അങ്ങനെ കുറഞ്ഞു മുആവിയ 5 ലക്ഷം എന്ന് പറയുന്നു, യഹൂദി 6 ലക്ഷം എന്ന് പറയും. മുആവിയ 50,000, അങ്ങനെ 50,000 കൂടി തരാം എന്ന് മുആവിയ പറഞ്ഞു, 5.5 ലക്ഷം എന്ന് പറഞ്ഞു. ഫഖാല ലഹു, അപ്പൊ ഈ യഹൂദി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ലഖദ് ബലഗനി അന്നക തസിലു ഫിൽ മജ്ലിസ് വാഹിദ് ബി1000 ദിർഹം, താങ്കൾ ഒരൊറ്റ സദസ്സിൽ 10 ലക്ഷം ദിർഹം സ്വതക്ക ചെയ്യാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ഒറ്റ മജ്‌ലിസിൽ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം തന്നെ 10 ലക്ഷമൊക്കെ കൊടുക്കാറുണ്ട് എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഈ ചെറിയ 50,000 ദിർഹത്തിന് താങ്കൾ വിലപേശുകയാണോ എന്ന് ചോദിച്ചു. ഫഖാല, മുആവിയ പറഞ്ഞു, ഇന്ന ഹാദാ അഖ്ലി, എന്റെ ബുദ്ധിയാണ് നീ ഇപ്പോൾ കാണുന്നത്, ഞാൻ ബുദ്ധിയുള്ളവനാണ്. തുരീദു അൻ തഖ്ദഅനി, നീ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സ്ഥലത്തിന് ഇത്ര വിലയില്ല, അതിന് കൂടുതൽ പണം വാങ്ങി എന്നെ പറ്റിക്കാൻ നീ നോക്കുമ്പോൾ ഞാൻ എന്റെ ബുദ്ധി പുറത്തെടുക്കും, വിലപേശിക്കൊണ്ടിരിക്കും. വസീക മക്റൂമ, എന്നാൽ മറ്റേത് നീ കേട്ട 10 ലക്ഷത്തിന്റെ കഥ അതെന്റെ ഔദാര്യമാണ്. അവിടെ എന്റെ ഖറം, എന്റെ ഔദാര്യം ഞാൻ പ്രകടിപ്പിക്കുന്ന സദസ്സാണ്, സദഖ ചെയ്യുന്ന സദസ്സ്, എന്റെ ദാനശീലം ഞാൻ പ്രകടിപ്പിക്കുന്ന സദസ്സാണ്. ഇതെന്റെ ബുദ്ധി പ്രകടിപ്പിക്കുന്ന സദസ്സാണ്, ഇവിടെ ഞാൻ വിട്ടുതരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. قال الضحاك بن مزاحم رحمه الله, താബിഈയായ ഇമാമാണ്, അദ്ദേഹം പറയുന്നു, ശറഫുൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ ശറഫ്, മഹത്വം, അവന്റെ പെരുമ എന്ന് പറയുന്നത് സ്വലാത്തുൻ ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ മധ്യത്തിലുള്ള നമസ്കാരമാണ്. അർദ്ധരാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത്, തഹജ്ജുദ്, അതൊരു മുഅ്മിന്റെ പെരുമയാണ്. എല്ലാ മുസ്ലിമുകളും 5 നേരം നമസ്കരിക്കും. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേറിട്ട് നിൽക്കാനുള്ള അവസരമാണ് ഖിയാമുൽ ലൈൽ. വഇസ്സുഹു, അവന്റെ പ്രതാപം, ഇസ്സത്ത് എന്ന് പറയുന്നത് ഇസ്തിഗ്നാഹു അൻനാസ്, ജനങ്ങളെ ആശ്രയിക്കാതിരിക്കുന്ന അവസ്ഥ. ഇത് രണ്ടും മുഅ്മിന് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. തഹജ്ജുദ് എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ സുന്നത്തായ അമലുകളും, അതുപോലെ ജനങ്ങളെ ആശ്രയിക്കാത്ത അവസ്ഥയും, ഇത് രണ്ടും വേണം. അതല്ലാതെ കച്ചവടം ചെയ്യണം, സമ്പാദിക്കണം എന്ന് പറയുമ്പോൾ ദീൻ ഒഴിവാക്കാനല്ല, ദീനും ഇബാദത്തുകളും സുന്നത്തുകളും വേണം, അതോടൊപ്പം ശാസ്ത്രനായിരിക്കണം. قال عمر بن الخطاب رضي الله عنه, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കൂ, മക്തബത്തുൻ ഫീഹാ ബഅദു ദനാഅ, കുറച്ചൊക്കെ കുറവുകളുള്ള ഒരു ജോലി. കുറവുള്ള ജോലി എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹറാമല്ല, പക്ഷെ ചെറിയ മോശത്തരമുള്ള ജോലികൾ, പറഞ്ഞ പോലെ അടിമ കച്ചവടമോ അല്ലെങ്കിൽ ഹിജാമയൊക്കെ മോശമായ ജോലിയാണ്, മക്രൂഹാണ്. കസ്ബുൽ ഹിജാമി ഹബീസ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഹിജാമ ചെയ്യുന്നവന്റെ വരുമാനം മോശമാണ്, ഹറാമല്ല, കറാഹത്താണ്. കാരണം എന്താണ്? മുൻകാലങ്ങളിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില പറഞ്ഞത് നജസ് സ്പർശിക്കുന്ന ജോലിയാണ് ഹിജാമ, രക്തം കൊണ്ട് ഇടപഴകുന്നതാണ്. പണ്ട് കാലത്ത് പ്രത്യേകിച്ച് ഹിജാമ ചെയ്തിരുന്നത് കൊമ്പ് കൊണ്ടായിരുന്നു. മൃഗങ്ങളുടെ കൊമ്പ്, അതിന്റെ ഉൾഭാഗം തുറന്നെടുത്ത് കാലിയാക്കി അത് രോഗിയുടെ ശരീരത്തിൽ വെച്ച് വായ കൊണ്ട് വലിച്ചിട്ടാണ് രക്തം എടുക്കുന്നത്. വായിലേക്ക് രക്തം പോകും ചിലപ്പോൾ. അപ്പൊ ഇങ്ങനെ രക്തം കുടിക്കുന്ന അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രക്തം നജസാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ജോലികളുണ്ട്. മക്തബത്തുൻ ഫീഹാ ബഅദു ദനാഅ, ഇങ്ങനെ ചെറിയ കുറവുകളൊക്കെയുള്ള ജോലികൾ എന്ന് പറയുന്നത് ഖൈറുൻ മിൻ മസ്അലത്തിൻ നാസ്, ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അപ്പൊ ആളുകളുടെ മുന്നിൽ കഴിഞ്ഞിരുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊക്കെ കുറവുകളുള്ള ജോലി ചെയ്യുന്നതാണ് എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. നോക്കൂ, നിങ്ങൾ വളരെ പേടിപ്പിക്കുന്ന ഒരു അസർ. ജഅഫർ ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് പറയുക, ജഅഫർ ഇബ്നു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. ജഅഫർ ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു. ഷിയാക്കള് വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം, ജഅഫർ ഇബ്നു മുഹമ്മദ് അൽ ബാഖർ. ജഅഫർ അൽ ബാഖർ എന്നാണ് അവർ പറയാം. അപ്പൊ ജഅഫർ സാദിഖ്, ജഅഫർ ഇബ്നു മുഹമ്മദ് അസ്സാദിഖ്. ഇദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ കള്ളക്കഥകൾ അവർ പറഞ്ഞത്. അവരുടെ ദീന് മുഴുവൻ ഇദ്ദേഹത്തിന്റെ അസറുകളാണ്. അതിനൊരു കഥയുണ്ട് ഇതിന്റെ പിന്നിൽ. എന്താണ്? ജാഹിൽ എന്ന് പറയുന്ന വലിയൊരു അറബി സാഹിത്യകാരൻ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഷിയാക്കൾ പറഞ്ഞു, അദ്ദേഹം വളരെ വലിയ സാഹിത്യകാരനാണ്, അദ്ദേഹം പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും, എന്ത് കാര്യവും വളരെ സാഹിത്യ സമൃദ്ധമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഷിയാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ദീൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ ദീൻ, ഇത് മുസ്ലിമുകൾക്കിടയിൽ ചെലവാകണം, അതിന് ഞങ്ങളുടെ ആശയം ഇതാ, ഈ കടലാസ് എഴുതിയിട്ടുണ്ട്, ഇത് താങ്കൾ നല്ല അറബിയിലൊന്ന് പറഞ്ഞ് എഴുതി തരണം, കുറച്ച് സാഹിത്യ ഭംഗി കൂട്ടിയിട്ട് എഴുതി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. പിന്നെ അവർ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആശയങ്ങളൊക്കെ വളരെ വികൃതമാണ്, ഇത് എത്ര സാഹിത്യത്തിൽ പറഞ്ഞാലും ചെലവാകാൻ പോകുന്നില്ല, അത്രയും പഴച്ച ദീനാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ജഅഫർ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ, അദ്ദേഹം അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, ആലിമാണ്, വലിയ ആബിദാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ബാത്തിൽ പറയണമെങ്കിലും ഖാല ജഅഫർ സാദിഖ് എന്ന് പറഞ്ഞാൽ മതി, ആളുകൾ വിശ്വസിച്ചു. ഇപ്പോഴും നിങ്ങൾ ഗൂഗിളിൽ അവരെ പല ആശയങ്ങൾ സെർച്ച് ചെയ്താൽ ജഅഫർ സാദിഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. അതിന് യാതൊരു സനദും ഉണ്ടാവുകയില്ല, കിതാബും ഉണ്ടാവുകയില്ല. അതിന് കാരണം ഈ സംഭവമാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് പറയുന്നത്, ഖാല കാന ബനു ഇസ്രായീൽ, ഈ വ്യക്തി അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളാണ്, ഇമാമാണ്. അദ്ദേഹത്തിന്റെ പേര് അവർ കളവ് പറയുന്നത് മാത്രം, ഈ പറഞ്ഞത് ഹക്കാണ്. ഖാല കാന ബനു ഇസ്രായീൽ യസ്തൻജൂന ബിൽ ഖുബ്സ്, ബനു ഇസ്രായീൽ അവർക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു,
അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ സമ്പത്തിൽ മതിമറന്നുകൊണ്ട് അവർ ധിക്കാരികളായ അഹങ്കാരികളായി മാറി. എത്രത്തോളം എന്ന് വെച്ചാൽ ഹുബ്സ് കൊണ്ട്, റൊട്ടി കൊണ്ട് അവര് വിസർജനത്തിന് ശേഷം വൃത്തിയാക്കുമായിരുന്നു. കല്ലുകൊണ്ട് വൃത്തിയാക്കുന്നതിന് പകരം ഹുബ്സ് കൊണ്ട് അവർ വൃത്തിയാക്കുമായിരുന്നു. അത്രക്ക് അഹങ്കാരം കാണിക്കാൻ വേണ്ടി ഒരു കല്ലെടുക്കുന്നതിന് പകരം ഹുബ്സ് എടുത്തിട്ട് വൃത്തിയാക്കും. ഫസല്ലല്ലാഹു അലൈഹിം ജൂ, അങ്ങനെ അള്ളാഹു അവർക്ക് വിശപ്പ് ശിക്ഷയായി കൊടുത്തു എന്ന് പറഞ്ഞാൽ പട്ടിണി കൊടുത്തു, അവർ പട്ടിണിയിലാക്കി. ഫജഅലൂ യത്തബിഊന ഹുശൂശഹും ഫയകുലൂനഹാ, അങ്ങനെ അവരെന്ത് ചെയ്തു? ഇങ്ങനെ വിസർജനം നടത്തുന്ന, മലമൂത്ര വിസർജനം നടത്തുന്ന ടോയ്ലറ്റ് പോലെ അവർ ഒരു പഴയ കാലത്ത് മരുഭൂമിയിലായിരിക്കും അല്ലെങ്കിൽ പറമ്പിലായിരിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടന്ന് ഈ ഹുബ്സ് റൊട്ടി കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് തിന്നാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിക്കണം. ഭക്ഷണം പാഴാക്കരുത്. ഉണ്ട് എന്ന് കരുതി ഭക്ഷണം പാഴാക്കരുത്. അത് അഹ്ലു കിതാബ് നസ്രാനികൾ യഹൂദികൾ നസ്രാനികൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അടുത്ത അസർ ഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലദി നഫ്സി ബിയദിഹി ലൗല അൻ തൻഖുസ ഹസനാതി, അദ്ദേഹം പറയാണ്, എന്റെ ഹസനാത്തുകൾ, എന്റെ പുണ്യങ്ങൾ കുറഞ്ഞു പോകുമെന്ന് പേടിയില്ലായിരുന്നെങ്കിൽ ലഹാലത്തുക്കും ഫീ വിലീനി ഐശിക്കും, ഞാൻ നിങ്ങളെപ്പോലെ സുഖിയനായി ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ദുനിയാവ് സമ്പാദിക്കണം, ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കണം. പക്ഷെ ദുനിയാവിന്റെ സുഖങ്ങളിൽ കൂടുതൽ മതിമറന്നാൽ അതിനനുസരിച്ച് നമ്മുടെ ഹസനാത്തുകൾ, പുണ്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ സമയം ഇബാദത്തിനുള്ള സമയമായിരിക്കും നമ്മൾ ചെലവഴിക്കുന്നത്. സമ്പാദിക്കണം, അത് നേരത്തെ പറഞ്ഞ ഹലാലായ അതുപോലെ തന്നെ പുണ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി ചെലവഴിക്കും. അതിൽ കവിഞ്ഞ, ആവശ്യത്തിൽ കവിഞ്ഞ സുഖജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ ഹസനാത്തുകൾ കുറഞ്ഞു പോകാൻ കാരണമാകും. അത് ഏറ്റവും അധികം നമ്മൾ അനുഭവിക്കുന്നവരാണ് അല്ലെ. അനാവശ്യമായ യാത്രകൾ, ആവശ്യത്തിന് യാത്ര ചെയ്യാം, ആവശ്യത്തിന് ആസ്വദിക്കാം, പക്ഷെ ദിവസവും യാത്ര, ദിവസവും ആസ്വാദനം, ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം, ഇതൊക്കെ നമ്മുടെ ഹസനാത്തുകൾ കുറഞ്ഞു പോകാൻ കാരണമാകുമെന്നുള്ളത് നമുക്ക് അനുഭവമുള്ളതാണ് അല്ലെ. പണ്ട് കാലത്ത് ഈ ദുനിയാവിന്റെ സുഖങ്ങൾ നമുക്ക് എളുപ്പമാകുന്നതിന് മുമ്പ് നമ്മുടെ ഖുർആൻ ഓതുമായിരുന്നു, പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുമായിരുന്നു. മഗ്രിബിൽ പള്ളിയിൽ പോയി മിക്കവാറും ഇശാ വരെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതും. ഇന്നെന്തായിരിക്കും? ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ്, ആ ഒരു സുഖം, ആ ഒരു സൗകര്യം അല്ലാഹു നമുക്ക് തന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സൂക്ഷിക്കുക, നമ്മുടെ ഹസനാത്തുകൾ കുറഞ്ഞു പോകാതെ, അതിന് ദുനിയാവ് കാരണമാകാതെ നമ്മൾ സൂക്ഷിക്കണം. قال ابن عباس رضي الله عنه, ابن عباس رضي الله عنه പറയുന്നു, ജഹദുൽ ബല, ഏറ്റവും വലിയ പ്രയാസം, പരീക്ഷണം എന്ന് പറയുന്നത് അൻ തഹ്താജു ഇലാ മാ ഫി ഐദിൻ നാസ് ഫയംനഉകും, നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ആവശ്യക്കാരാവുക എന്നുള്ളതാണ്. എന്നിട്ട് അവർ തരാതിരിക്കുക. ആലോചിച്ച് നോക്കും, ഒരു ദാരിദ്ര്യം വന്നു, പ്രയാസം വന്നു, അങ്ങനെ നമ്മൾ ഒരാളോട് ആവശ്യപ്പെട്ടു, എന്നിട്ട് അവന്റെ കയ്യിൽ ഉണ്ടായിട്ടും ഒരു സഹായം നമ്മൾ ആവശ്യപ്പെട്ട കാര്യം തടഞ്ഞു. അപ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം അത് അങ്ങേയറ്റം വലുതായിരിക്കും. അതൊക്കെ നേരത്തെ കണ്ട് ഒരുങ്ങുക, അതിനുവേണ്ടി സമ്പാദിക്കുക എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അർത്ഥം. عن أبي سلمة سليمان بن سليم رحمه الله قال دخلت على محمد بن علي أبي جعفر بيته, عند സഹോദരനായ മുഹമ്മദ് ബിൻ അലി അബി ജഅഫർ എന്ന് പറയുന്ന സഹോദരന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഞാൻ പ്രവേശിച്ചു. فقدم لنا خبزا وشيئا من هذه الخلاطات ثم قال, അദ്ദേഹം ഖുബ്സും അതുപോലെ മറ്റു ചില ഭക്ഷണ പദാർത്ഥങ്ങളും നൽകി. എന്നിട്ട് പറഞ്ഞു, യാ അബാ സലമ ഇന്നാ ഖൗമുൻ ഇദാ വസ്സഅ അല്ലാഹു അസ്സ വജല്ല അലൈനാ വസ്തഅനാ അലാ അൻഫുസിനാ, എന്റെ സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, അള്ളാഹു നമുക്ക് വിശാലത നൽകിയാൽ നമ്മൾ വിശാലമായി ആളുകൾക്ക് കൊടുക്കണം. വഇദാ ഖതറ അലൈനാ സബർന, അള്ളാഹു നമുക്ക് ഞെരുക്കം തന്നാൽ നമ്മൾ ക്ഷമിക്കണം. ഹത്താ യഅതി അല്ലാഹു അസ്സ വജല്ല ബിശൈഇ, അള്ളാഹു തആല ആശ്വാസം നൽകുന്നത് വരെ. ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ മുഅ്മിന്റെ നിലപാട്. സമ്പാദിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ വേണ്ടതുപോലെ പരിശ്രമിച്ചു, എന്നിട്ട് കിട്ടുന്നത് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക, ഇസ്റാഫില്ലാതെ ജീവിക്കുക. കുറഞ്ഞു പോയാൽ അപ്പോഴും നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പോഴും നമ്മുടെ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു അസർ കാണാം, ഇതിന് സഹായിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോയാലും പിടിച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇഖ്ശൗഷിനു ഫൈന നിഅമ ലാ തദൂം, നമ്മുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോ എല്ലാ അവസ്ഥയിലും നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു മാർഗം എന്താണ്? ഇഖ്ശൗഷിനു. ഇഖ്ശൗഷിനു എന്ന് പറഞ്ഞാൽ, ഖശിൻ എന്ന് പറഞ്ഞാൽ പരിക്കൻ എന്നാണ് അർത്ഥം.
മിനുസമില്ലാത്തത്. നിങ്ങൾ കുറച്ച് മിനുസമില്ലാത്ത പരുക്കനായ ജീവിതം ശീലിക്കുക, കുറച്ച് ദാരിദ്ര്യത്തിലൊക്കെ ജീവിക്കുക. ഫൈനന്നി അമലാത്തതും, കാരണം അനുഗ്രഹങ്ങൾ ശാശ്വതമല്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ കുറച്ച് വില കുറഞ്ഞ ഭക്ഷണവും അതുപോലെ തന്നെ നിലവാരം കുറഞ്ഞ സൗകര്യങ്ങളും ഒക്കെ ആയി ജീവിക്കുക, സമ്പത്തുണ്ടെങ്കിൽ. അങ്ങനെ ചെയ്താൽ നമുക്ക് എപ്പോഴും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ സാധാരണക്കാർ ദരിദ്രന്മാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക ഇടയ്ക്കൊക്കെ. അങ്ങനെ ചെയ്താൽ പിന്നീട് നമുക്കൊരു ദാരിദ്ര്യം വന്നാൽ ജീവിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും. നേരെ മറിച്ച് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എല്ലാവിധ സുഖങ്ങളും മാത്രം പരിശീലിപ്പിച്ചാലോ പിന്നീട് ദാരിദ്ര്യം വരുമ്പോൾ, ഇത് സാധാരണ ഗൾഫിലൊക്കെ ജീവിച്ച ആളുകൾക്ക് അനുഭവം ഉണ്ടാകും. അവിടെ അവരെല്ലാ സുഖങ്ങളും മക്കൾക്ക് അനുവദിച്ചു കൊടുക്കും. അവിടെ കിട്ടുന്ന എല്ലാ സുഖസൗകര്യങ്ങളും അവരെ കൊണ്ട് അനുഭവിക്കും. പിന്നീട് നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ ഏത് സാഹചര്യത്തിലായാലും എത്ര വിശാലതയുണ്ടായാലും ഇടക്ക് അമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ കുറച്ച് ഞെരുങ്ങിയ രൂപത്തിലും ജീവിച്ച് ശീലിക്കുക. ഇതാണ് ഇസ്ലാഹുൽ അംവാൽ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞ അസറുകൾ. അടുത്ത കിതാബ്, ഈ കിതാബിൽ ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ള അവസാനത്തെ കിതാബാണ് കിതാബുൽ ജൂഅ്. ഇബ്നു അബീ ദുനിയ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള കിതാബാണ് കിതാബുൽ ജൂഅ്, വിശപ്പിനെ കുറിച്ചുള്ള കിതാബ്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം കിതാബുകളുണ്ട്. അതിൽ 4 ഞാൻ തെരഞ്ഞെടുത്തതാണ്. കിതാബുൽ ജൂഅ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ വിഷയം? വിശപ്പ് എന്നുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതിര് കവിയുന്നത്, പരിധി വിടുന്നതിനെ കുറിച്ച് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള അസറുകളാണ്. ചില പണ്ഡിതന്മാര് ജീവിച്ചിരിക്കുന്ന ചില ഉലമാക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. മുൻഗാമികളായ ചില ആളുകൾ അവര് സദ്യക്ക് പോകുമ്പോൾ, എന്തെങ്കിലും വിരുന്നിന് പോകുന്നതിന് മുമ്പ് ഈ കിതാബ് വായിച്ചിട്ട് പോകുമായിരുന്നു. കിതാബുൽ ജൂഅ് എന്ന് പറയുന്ന ഈ കിതാബ് വായിക്കാൻ ഉപദേശിക്കുമായിരുന്നു ശിഷ്യന്മാരോട്. കാരണം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള ഇസ്രാഫ് അത് തടയാനത് സഹായിക്കും. ഇതിൽ പറഞ്ഞ അസറുകൾ. قال هشام بن عروة رحمه الله عن أبيه عروة بن الزبير رحمه الله, നമുക്കറിയാം അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹം പറയുകയാണ് قالت عائشة رضي الله عنها, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഇദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരിയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഉർവ ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു ഇന്ന അവ്വല ബലാഇൻ ഹദസ ഫി ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിബർ. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറയുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിലുള്ള വയറ് നിറക്കലല്ല, മറിച്ച് അമിതമായി വയറ് നിറക്കുന്നതാണ്. ആവശ്യം കഴിഞ്ഞിട്ടും തിന്ന് മൂക്കുമുട്ടയെ തിന്നുന്നതാണ്. അങ്ങനെ എപ്പോഴും അമിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ തടി കൂടും, പൊണ്ണത്തടിയാകും. കുലൂബുഹും, അങ്ങനെ പൊണ്ണത്തടിയന്മാരായാൽ അവരുടെ ഖൽബ് ദുർബലമാകും, മനസ്സ് അതിൽ ഈമാനും ഖുശൂഉം ഒന്നുമില്ലാതെയാകും. വജമഹത് ശഹവാത്തുഹും, അവരുടെ വികാരങ്ങൾ അത് പരിധി വിടും. അല്ലെ, വയറ് നിറക്കുന്നതനുസരിച്ച് മറ്റെല്ലാ വികാരങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. സഹാബത്തിന്റെ അവസ്ഥയും പിന്നീട് വന്നവരെയും അവർ താരതമ്യം ചെയ്യുക. സമ്പാദിക്കണമെന്ന് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ സുഖിക്കണമെന്നല്ല. പണം കൊണ്ട് പല ആവശ്യങ്ങളുമുണ്ട്, അതിൽപ്പെട്ടതാണ് ഭക്ഷണം. പക്ഷെ എല്ലാം ചെലവഴിക്കുന്നതും ഉപയോഗിക്കുന്നതും മിതമായിട്ടായിരിക്കണം. പരിധി വിട്ടാൽ അത് നമ്മുടെ ഈമാൻ കുറയാൻ, നമ്മുടെ ഖുശൂഅ് നഷ്ടപ്പെടാൻ ഒക്കെ കാരണമാകും. ശഹവത്തുകൾ നിയന്ത്രണം വിടാൻ അത് കാരണമാകും. നമ്മളിന്ന് കാണുന്നുണ്ട് അല്ലെ, ഇന്ന് നമുക്ക് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനനുസരിച്ച് മാസികത്തുകൾ നമുക്ക് മടുക്കുന്നില്ല. എത്ര തൃപ്തിപ്പെടുത്തിയാലും ശഹവത്തുകൾ ബാക്കിയാണ്. കാരണം എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പട്ടിണി കിടക്കുന്നതിന് പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഇത്രയും വികാരങ്ങൾ ഉണ്ടാവുകയില്ല. ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അബീ ജഅഫർ റഹിമഹുല്ലാഹു തആല ഇദം തലഅ അൽ-ബത്ൻ തഗൽ ജസദ്, വയറ് നിറഞ്ഞാൽ ശരീരത്തിന് നിയന്ത്രണം നഷ്ടപ്പെടും, പരിധി വിടും. قال മുഹമ്മദ് ബിൻ വാസിൻ റഹിമഹുല്ലാഹ് മൻ ഖല്ല തഅമുഹു ഫഹിമ വഅഫഹം, ആരാണോ ഭക്ഷണം കുറക്കുന്നത് ഫഹിമ വഅഫഹം, അവൻ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് വർദ്ധിക്കും, അവന്റെ ഗ്രഹണശേഷി വർദ്ധിക്കും, ഫഹമു കൂടും, എൽമൊക്കെ പഠിക്കാൻ എളുപ്പമാകും. വസഫ വറക്ക, അവന്റെ മനസ്സ് വളരെ നിർമ്മലമാകും. ഭക്ഷണം അധികരിപ്പിക്കുക എന്നുള്ളത് മനുഷ്യനെ പല ഹൈറും തടയുന്ന കാര്യമാണ്. നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറയുന്നത് നോക്കൂ. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ഞാൻ പറഞ്ഞു ഇന്നമാ ബത്നു അഹദികും കൽബ്, നിങ്ങളുടെ വയറെന്ന് പറയുന്നത് ഒരു നായയാണ്.
നായയെപ്പോലെ. എന്താണ് നായയുടെ പ്രത്യേകത? നായ വളർത്താൻ അനുവാദമുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, കാവലിന് വേണ്ടിയോ കൃഷിക്ക് വേണ്ടിയൊക്കെ നായ വളർത്താം, വേട്ടയ്ക്ക് വേണ്ടിയൊക്കെ. അങ്ങനെയുള്ളൊരു നായ ഉണ്ടെങ്കിൽ അതിന് ഒരു റൊട്ടി കഷ്ണം കൊടുത്താൽ അത് മിണ്ടാതിരിക്കും, അടങ്ങി നിന്നോളും. ഈ നായക്ക് നമ്മൾ ആരും വലിയൊരു വിരുന്നൊന്നും കൊടുക്കുകയില്ല, അതിന് പരിധി വിട്ട ഭക്ഷണം കൊടുക്കുകയില്ല. ഒരു റൊട്ടി കഷ്ണം കൊടുത്താൽ അത് അടങ്ങിക്കൊള്ളും. അത് കൂടുതൽ കൊടുത്താലോ അത് തിന്നുകൊണ്ടിരിക്കും. പക്ഷെ ആവശ്യത്തിന് കഴിക്കുക. നേരെ മറിച്ച് പിശാചിന് അവന് ഇഷ്ടമുള്ളതെല്ലാം നടക്കാനുള്ള ഒരു പാത്രമാക്കി നിങ്ങളുടെ വയറിനെ മാറ്റരുത് എന്ന് പറഞ്ഞാൽ പരിധി വിട്ട തീറ്റ എന്നുള്ളത് അത് ശൈത്താന് നമ്മെ കൊണ്ട് കളിക്കാനുള്ള ഒരു മാർഗമാകും. ഖാല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അഹ്ലക ഇബ്ന ആദമ അൽ അജ്വഫാൻ. പൊള്ളയായ രണ്ട് വസ്തുക്കൾ, ഉള്ളിൽ എല്ലില്ലാത്ത പൊള്ളയായ രണ്ട് വസ്തുക്കൾ മനുഷ്യനെ നശിപ്പിച്ചിരിക്കും. അൽ ബത്നു വൽ ഫർജ്, അവന്റെ വയറും ജനനേന്ദ്രിയവും, ഈ രണ്ട് വസ്തുക്കളും മനുഷ്യനെ നശിപ്പിച്ചിരിക്കുന്നു. ഖാല മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹ് മൻ മലക ബത്നഹു മലക അൽ അഅമാൽ സാലിഹത കുല്ലഹ. ആരാണ് വയറിനെ നിയന്ത്രിക്കുന്നത് അവന് അമൽ സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ മുഴുവനും നിയന്ത്രിക്കാൻ സാധിക്കും, അതെല്ലാം ചെയ്യാൻ അവന് സാധിക്കും. ഇത് നമുക്ക് അനുഭവമുള്ളതാണ്. എപ്പോഴാണ് അനുഭവപ്പെടുന്നത്? നോമ്പ് നിൽക്കുമ്പോൾ. നോമ്പ് നോക്കൂ, സുന്നത്തായ നോമ്പുകൾ അല്ലെങ്കിൽ റമദാനിലൊക്കെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കൂടുതൽ എളുപ്പമുണ്ടാകും. നമസ്കരിക്കാൻ സാധാരണ നമ്മൾ വിചാരിക്കുക വിശന്നാൽ നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, അങ്ങനെയല്ല. നോമ്പിൽ നമ്മൾ കൂടുതൽ നമസ്കരിക്കും, കൂടുതൽ ഖുർആൻ നോക്കും. സാലിഹായ അമലുകൾ ചെയ്യാൻ വയറ് നിറക്കാതിരിക്കുന്നത് സഹായമാകും. ഖാല റബീഉ ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹ്. റബീഉ ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു അസർ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു താബിഈയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അതുപോലെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തോട് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഈ താബിഈയുടെ ചരിത്രത്തിൽ കാണാം. ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക. അദ്ദേഹം വളരെ ഇബാദത്തുള്ള ഒരു മനുഷ്യനായിരുന്നു, സാലിഹായ ഖുശൂഉള്ള ഒരു മനുഷ്യനായിരുന്നു. ഇബ്നു മസ്ഊദ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ കണ്ടിരുന്നെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ വീട്ടുകാരോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. ഹബീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഖർസ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു. ഫസനഉ, അത് വളരെ വിലപിടിപ്പുള്ള ഭക്ഷണമാണ്, ഇന്നും അതിന് അത്യാവശ്യം നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണമാണ്. അങ്ങനെ അവരതുണ്ടാക്കി. അദ്ദേഹം ഒരാളെ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അതൊരു ഭ്രാന്തനാണ്, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരാളാണ്. ഫജഅല റബീഉൻ യുൽഖിമുഹു. അങ്ങനെ ഇദ്ദേഹം റബീഉ ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹ് ഇയാൾക്ക് ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങി. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പോലുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ്, രോഗമുള്ളയാളാണ്. ഒരു ആബുഹു യസീൽ, അങ്ങനെ ഈ മനുഷ്യന്റെ വായിൽ നിന്ന് തുപ്പൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഭ്രാന്തനാണ്. ഇദ്ദേഹം ഭക്ഷണം ഉരുട്ടി കൊടുക്കുകയും ചെയ്യുന്നു. ഫഖാല അഹ്ലു, അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, തകല്ലഫ്ന വസനഅന, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട്. സുമ്മ അത്അംതഹ, എന്നിട്ട് ഈ ഭ്രാന്തനാണ് അത് കൊടുക്കുന്നത്, മുഴുവനും ഇയാൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഈ കുടുംബക്കാർ പറയുകയാണ്, മാ യദ്രി ഹാദാ മാ യഅകുൽ, എന്താണ് തിന്നുന്നത് എന്ന് ഇവനറിയില്ല, ഇവനത് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല, അവൻ എന്ത് ഭക്ഷണം കൊടുത്താലും അവൻ തിന്നോളൂ, ഇത് തന്നെ കൊടുക്കണമെന്നില്ല എന്നും പറഞ്ഞു. ഖാല റബീഉ ബിൻ ഹുസൈൻ പറഞ്ഞു, ലാകിൻ അല്ലാഹു യദ്രി, പക്ഷെ അല്ലാഹുവിനറിയാം ഞാൻ ഇവന് കൊടുക്കുന്നത് എന്താണെന്ന് അല്ലാഹുവിനറിയാം, നല്ലതാണ് കൊടുക്കുന്നത്, അതിനനുസരിച്ച് പ്രതിഫലം ഉണ്ടാകും. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് അവർ തന്നെക്കാളും പ്രാധാന്യം കൊടുക്കുക, ഇത് മുൻഗാമികൾ കാണിച്ചിട്ടുള്ള കാര്യമാണ്. കിട്ടുന്നതെല്ലാം തിന്ന് നമ്മുടെ വയറ് നിറക്കാൻ കൂടുതൽ ആവശ്യക്കാർക്ക് കൊടുക്കുക. റബീഉ ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ സൂചിപ്പിച്ചത് അവസാനമായി. ഇത് ധാരാളമായി സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കാണാവുന്ന കാര്യമാണ്. അവർ തങ്ങളെക്കാളും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അതിനൊരു സാഹചര്യമുണ്ട്, അങ്ങനൊരു പ്രസക്തിയുണ്ട്. അതെന്താണ്? ഒരു മനുഷ്യന്റെ ശഹവത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്യും. സമ്പാദിക്കുന്നത് പ്രധാനമായും ഭക്ഷണത്തിന് വേണ്ടിയാണ്. അത് അവർ മറ്റുള്ളവർക്ക് അവനവനേക്കാൾ മുൻഗണന കൊടുത്തിരുന്നു. ഇത് അവരുടെ മനസ്സിലുള്ള ഈമാനിനും അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹത്തിനും ഉള്ള തെളിവാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്ത ആളുകളെ
അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടത്. ഒരു ഹദീസ് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കൽ അതിഥിയായി വന്ന ഒരു സഹാബിയെ സൽക്കരിക്കാൻ സാധിക്കാതെ വന്നു. വീട്ടിൽ ഭക്ഷണമില്ല, തന്റെ ഭാര്യമാരുടെ അടുത്തൊന്നും ഇവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. അങ്ങനെ ഈ സഹാബിയെ മറ്റൊരു സഹാബിയുടെ വീട്ടിലേക്ക് അതിഥിയായി പറഞ്ഞയച്ചു. അവർ തങ്ങളുടെ മക്കൾക്കുള്ള ഭക്ഷണം ഈ അതിഥിക്ക് കൊടുക്കുകയും മക്കളെ കിടത്തിയുറക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും പട്ടിണി കിടന്നു, ഭാര്യയും ഭർത്താവുമായ സഹാബിമാർ. ഈ സംഭവം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ അറിയുകയും ഇദ്ദേഹത്തോട് ലഖദ് അജിബല്ലാഹു മിൻ സനീഇകുമാ, നിങ്ങളുടെ ഈ പ്രവർത്തികൾ അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ഇവിടെ ഈ സഹാബി തനിക്ക് പരിചയമില്ലാത്ത ഒരാളെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി സൽക്കരിച്ചിരിക്കുന്നത്. പരിചയമില്ലാത്ത ആളാണ്, അദ്ദേഹം ആവശ്യക്കാരനുമാണ്. ആലോചിച്ചു, ഇത് രണ്ടും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പ്രധാനമാണ്. കൊടുക്കുന്ന ആൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കും, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അവർ നന്നായി സൽക്കരിക്കും. പക്ഷെ പരിചയമില്ലാത്ത ആളുകളാണ്. ഇതുപോലെ തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തത്. പരിചയമില്ലാത്ത അതിഥികളാണ്, മലക്കുകൾ പരിചയമില്ലാത്ത അതിഥികളുടെ രൂപത്തിലാണ് വന്നത്. അവർക്ക് വേണ്ടി ഒരു പശുവിനെ അറുക്കുകയാണ് ചെയ്തത്, ആരാണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി. കാരണം അവരുടെ അടിസ്ഥാനപരമായ നിയ്യത്ത് എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത്. എന്റെ ഈ ആവശ്യം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക. ഭക്ഷണം എന്നുള്ള എന്റെ അടിസ്ഥാനപരമായ ആവശ്യം അത് റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച് മറ്റൊരാൾക്ക് ഈസാർ, അയാൾക്ക് പരിഗണന നൽകുക, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അവർക്ക് ആരാണ് ഈ ഭക്ഷണം കഴിക്കുന്നതെന്ന് പ്രശ്നമല്ല. അതോടൊപ്പം അവർ ആവശ്യക്കാരുമാണ്. സ്വർഗത്തിലെത്തിയ ആളുകളെ കുറിച്ച്, സ്വർഗാവകാശികളെ കുറിച്ച് അല്ലാഹു പറയണം. അവർ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന പ്രവൃത്തികൾ. ഇങ്ങനെ പറയുന്ന ആയത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെയൊക്കെ പരമമായ ലക്ഷ്യം സ്വർഗമാണ്. അവിടെ എത്തിക്കഴിഞ്ഞ ആളുകളെ കുറിച്ചല്ല പറയാം എന്തായിരുന്നു അവരുടെ അവസ്ഥ ദുനിയാവിൽ. അതിൽ പറഞ്ഞ കാര്യമാണ് അവർ ഭക്ഷണം കൊടുക്കും. എപ്പോൾ? ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. അല ഹുബ്ബി, അവർ ആവശ്യക്കാരാണ്, ഭക്ഷണത്തോട് ഇഷ്ടമുള്ള സന്ദർഭമാണ്. കൊടുക്കുന്ന ആർക്കാണ്? മിസ്കീനൻ യതീമൻ വഅസീറ. മിസ്കീൻ ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. യതീം അവനങ്ങോട്ട് നന്ദി കാണിക്കാൻ അടുത്ത കാലത്തൊന്നും സാധിക്കുകയില്ല, ദുർബലനാണ്, യതീമാണ്. അസീറ, അസീർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടികൂടിയ ബന്ദികൾക്കാണ് അസീർ എന്ന് പറയുന്നത്. ആരാണ് ബന്ദി എന്ന് പറയുന്നത്? ഇന്നലെ വരെ എന്നെ കൊല്ലാൻ വേണ്ടി, നമ്മളെ കൊല്ലാൻ വേണ്ടി യുദ്ധത്തിന് വന്ന ആളുകളാണ്. അവര് പരാജയപ്പെട്ട് നമ്മുടെ പിടിയിലായി. അങ്ങനെയുള്ള ശത്രുക്കൾക്ക് ഒരു ഭക്ഷണം കൊടുക്കും. അപ്പോ അവനവൻ ആവശ്യക്കാരനായിരിക്കുകയും ഈ ഭക്ഷണം കൊടുക്കുന്നവൻ അവൻ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത ഒരുപക്ഷെ നമ്മുടെ എതിരാളി ആയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും കൊടുക്കുകയും ചെയ്യുക. ഇത് സഹാബത്തിന്റെ ജീവിതത്തിലും അതുപോലെ ഖുർആനിലെ ആയത്തുകളിലും മുൻഗാമികളായ മറ്റുള്ള സാഹചര്യങ്ങളുടെ ജീവിതത്തിലൊക്കെ ധാരാളമായി കാണുന്ന കാര്യമാണ്. ഇങ്ങനെ ഇത്തരം സ്വഭാവ ഗുണങ്ങൾ, സലഫുകളുടെ വിശേഷണങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ അനുകരിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അനുകരിക്കാനും ജീവിതത്തിൽ പകർത്താനും സാധിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അതാണ് വിജയം. അതിനുവേണ്ടിയാണ് ഈ വാക്കുകൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. മുൻഗാമികളുടെ മാർഗത്തിൽ ജീവിക്കാൻ, അവരുടെ അഖീദയും അവരുടെ ഇബാദത്തുകളും അവരുടെ അഖ്ലാഖും ഇടപാടുകളും ഒക്കെ കഴിയുന്നത്രയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.